നാമം മഹത്വപ്പെടുമാറാകട്ടെ. മീറ്റിംഗിൽ അധ്യക്ഷനായിരിക്കുന്ന ഈ സഭയുടെ ശുശ്രൂഷകനായ കർത്താവിൻ്റെ ദാസൻ, ഈ യോഗത്തിൽ സന്നിഹിതരായിരിക്കുന്ന മറ്റ് കർത്തൃ ശുശ്രൂഷകന്മാർക്കും ദൈവവചനത്തെ സ്നേഹിച്ച് തങ്ങളുടെ തിരക്കിനിടയിൽ ഇത്തപ്പാടിൽക്കിടയിൽ ദൈവസന്നിധിയിലെത്തിയിരിക്കുന്ന വലിയ സഹോദരങ്ങളെല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. എനിക്കറിയാം, ഇവിടെ ജോലിയിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്ന നിങ്ങൾക്ക് വളരെ തിരക്കുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സമയം ദൈവവചനത്തിനായി വേർതിരിക്കുന്നതിൽ ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുന്നു. കർത്താവിൻ്റെ അനുഗ്രഹിച്ച് പ്രതികൾ നൽകട്ടെ. ഇന്ന് രാത്രി ദിവസം കൂടിയിരിക്കുന്ന മറ്റെല്ലാ വിശുദ്ധന്മാർക്കായി കർത്താവിനെ സ്തുതിക്കുന്നില്ല. എൻ്റെ ഹോസ്റ്റ് അവരുടെ സഭ ക്ഷണിച്ചതനുസരിച്ചാണ് ഞാൻ ഈ പ്രാവശ്യം ഇവിടെ ദുബായ് UAE വരുവാനായിട്ടിടയായത്. കഴിഞ്ഞ മാസം 20, 21, 22 തിരിച്ച് കൺവെൻഷനായിരുന്നു. അതിനുശേഷം അദ്ദേഹം തന്നെ പല യോഗങ്ങൾ ക്രമീകരിക്കുകയും അങ്ങനെ ഈ യോഗങ്ങളിൽ ശുശ്രൂഷിക്കാനായിട്ട് എനിക്ക് കർത്താവ് അവസരമൊരുക്കുകയും ചെയ്തു. അദ്ദേഹത്തോട് ഞാൻ നിങ്ങളുള്ളവരാണ്. അതുപോലെ പ്രിയപ്പെട്ട ബിജു പാസ്റ്റർ, അദ്ദേഹം സഭയായി എന്നെ ഈ യോഗത്തിലേക്ക് ക്ഷണിക്കുകയും യോഗങ്ങൾ ക്രമീകരിക്കുകയും ചെയ്തതിൽ ഞാൻ അദ്ദേഹത്തോടും ദൈവസഭയോട് പ്രത്യേകം നന്ദി പറയുന്നു. സ്തോത്രം. നിങ്ങളുടെ കൂട്ടായ്മയ്ക്കായി സന്തോഷത്തോടെ ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. സ്തോത്രം. യോഗത്തിൽ വരുമ്പോൾ നിങ്ങളെ ഒരു ഞാൻ പറയണേ, മജ്ജ, ആ വാക്ക് ഹിന്ദി ഊഷ്യുണ്ടായി, ഒരു ചെറിയ ആവേശം കാണിച്ചു, ഉത്സാഹം, അതൊക്കെ കാണിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ. സ്തോത്രം. അത് തീർച്ചയായിട്ടും അതുകൊണ്ടായിരിക്കണം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ആർത്ത് ഉല്ലസിച്ച് സ്തുതിക്കാറുണ്ട്, ഒരു ദാക്ഷിണ്യമില്ല കാര്യത്തിൽ. എന്നാൽ അത് മാത്രമാകരുത്. സ്തോത്രം. നമ്മുടെ ദൈവം കേൾക്കാനും പഠിക്കാനും ബോധ്യപ്പെടാനും അത് ഉൾക്കൊള്ളുവാനും നമ്മൾ സമയമെടുക്കണം. സ്തോത്രം. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ദൈവദിനം ഞാൻ പറഞ്ഞിരുന്നതിനേക്കാൾ നമ്മൾ ഒരുമിച്ച് ഈ വിഷയം ചിന്തിക്കാൻ പോവുകയാണ്. സ്തോത്രം. അപ്പോൾ നിങ്ങൾക്ക് ദൈവത്തെ സ്തുതിക്കാൻ പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. റൈറ്റ്. പക്ഷേ ഞാൻ പറഞ്ഞിട്ട് ദൈവത്തെ സ്തുതിക്കാനായിട്ട് നിങ്ങൾ കാത്തിരിക്കണ്ട. സ്തോത്രം. കാത്തിരിക്കണ്ട. നിങ്ങൾക്ക് ദൈവത്തെ സ്തുതിക്കാൻ തീർച്ചയായിട്ടും സ്വാതന്ത്ര്യമുണ്ട്. ഈ ഒത്തിരി സമയമില്ല. എനിക്ക് ദീർഘമായ സമയം സംസാരിക്കുന്ന ഇഷ്ടമാണ്. അതുകൊണ്ട് ആ ഉള്ള സമയത്തിൽ നിങ്ങളോട് കൂടുതൽ ദൈവവചനത്തിൽ നിന്ന് പറയാൻ ഞാൻ ഉത്സാഹിക്കുന്നു. സ്തോത്രം. അതുപോലെ ഞാൻ ക്ലാസ്സിൽ സാധാരണ ഒരു വാക്കുകളായി പറയുന്ന ഒരു കാര്യം നിങ്ങളെ ഓർപ്പിക്കാം. ഞാൻ പറയുന്ന ഏതെങ്കിലും വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് ആർക്കെങ്കിലും ന്യായമായ എന്തെങ്കിലും വിശദീകരണം ആവശ്യമുണ്ടായാൽ തീർച്ചയായിട്ടും യോഗം കഴിയുമ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം. അല്ല, വീട്ടിൽ പോയി കഴിഞ്ഞപ്പോഴാണ്, അല്ലെങ്കിൽ അങ്ങോട്ട് പോയ വഴിക്ക് സഹോദരങ്ങൾ ചർച്ച ചെയ്തപ്പോഴാണ് അങ്ങനെ ഉണ്ടാകുന്നില്ല, അങ്ങനെയാണ് ഉണ്ടെങ്കിൽ അന്നേരം തന്നെ നിങ്ങൾക്ക് അതൊന്ന് കുറിച്ച് നിങ്ങൾ തന്നാൽ ദൈവത്തിൻ്റെ ഹിതപ്രകാരം ഈ 3 ദിവസങ്ങൾ ക്ലാസ് ഉണ്ടല്ലോ, തീർച്ചയായിട്ടും അടുത്ത ദിവസം ഞാൻ അതിന് ഉത്തരം പറയുവാൻ ബാധ്യസ്ഥനാണ്. അതിലേക്ക് സന്തോഷമേ ഉള്ളൂ. അത് നിങ്ങൾ സ്വാതന്ത്ര്യം കാണിക്കണം. സ്തോത്രം. സഹോദരൻ്റെ ഒരു കാര്യം നമ്മൾ മറക്കണ്ട. ഇതിൽ ഒരബദ്ധം വന്നാൽ, ഏതിലാ ആത്മീയ കാര്യത്തിൽ നമുക്കൊരബദ്ധം വന്നാൽ പിന്നെ ഒന്നും ചെയ്യാനൊക്കെയില്ല. ഒന്നും ചെയ്യാനൊക്കെയില്ല. ജോലി പോയി, വേറെ ജോലി കിട്ടുമെന്നേ. അത്രയും എക്സ്പീരിയൻസ് ഇല്ല എന്നൊക്കെ വലിയ ആ പഴയ ജോലി കിട്ടും എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പേടിയാകില്ലേ? എന്നാ ഉദ്ദേശിക്കുന്നത്? പേടിപ്പിക്കുന്ന പോലെ. അത്രയും കൂടി എക്സ്പീരിയൻസും അത്രയും കൂടി നിങ്ങൾക്ക് പരിജ്ഞാനമൊക്കെ ആയതുകൊണ്ട് തീർച്ചയായിട്ടും അടുത്തുനിന്ന് കിട്ടും. അടുത്തുനിന്ന് കിട്ടിയില്ലെങ്കിൽ സ്തോത്രം, നിങ്ങൾക്ക് അതിനെ എന്തെങ്കിലും ഒരു ജോലി ഉണ്ടാക്കാം, ഇല്ലേ? സ്തോത്രം. അതൊന്നും വലിയ കാര്യമല്ല. സ്തോത്രം. അതുകൊണ്ട് ആത്മീയ വിഷയമാണ് ഏറ്റവും പ്രധാനം. ഏറ്റവും പ്രധാനം. അവിടെ ഒരു അബദ്ധം വരരുത്. അവിടെ ഒരു പാളിച്ച വന്നാൽ നാം പരാജയപ്പെട്ടു പോകും. പിന്നെ ജനിച്ച് ജീവിച്ചത് കൊണ്ട് ഒരർത്ഥവുമില്ല. കർത്താവ് പറഞ്ഞാൽ ബുദ്ധിമുട്ടില്ലല്ലോ. അയ്യോ, ആ മനുഷ്യൻ ജനിക്കാതിരുന്നെങ്കിൽ നന്നായിരുന്നു. നരകത്തിൽ പോകുന്ന ഒരു മനുഷ്യൻ
ജനിക്കാതിരുന്നെങ്കിൽ നന്നായിരുന്നു. അത്ര ഭയങ്കരമാണ് നരകം, ഭയങ്കരമാണ്. അത്രയൊക്കെ പറഞ്ഞ് ഞാൻ ആ വിഷയം വിടുക. കൂടുതൽ വിഷയം വേണമെങ്കിൽ ചോദിച്ചാൽ പറയാം. നരകത്തെക്കുറിച്ച് വേറെ ദിവസം പഠിപ്പിക്കുന്നത് കുറഞ്ഞ ഒരു 5-6 മണിക്കൂർ ക്ലാസ് എടുക്കണം. ഒന്നാമത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ വേണ്ടാത്തൊക്കെ ഇപ്പോൾ മനസ്സിൽ വന്നില്ല. വേദപുസ്തകവുമായി ബന്ധമില്ലാത്ത ആരാണ്ടൊക്കെ കണ്ട പേക്കിനാവുകൾ അതിൻ്റെ പുറകെ നടക്കുന്ന ഒരു തലമുറയായത്. പേക്കിനാവൊന്നും അതിൻ്റെ ഒന്നും പറയാൻ പോകേണ്ട, വേദപുസ്തകം പറയാൻ നമ്മൾ പിടിച്ചാൽ മതി. വിഷയമൊന്നും ആവശ്യമില്ല, നമുക്ക് ചോദിക്കാം. സ്തോത്രം. അതുകൊണ്ട് ഞാൻ നിങ്ങൾ ജനിച്ചു പോയി, അത് നമ്മളിവിടെ ഇരിക്കും. സ്തോത്രം. നിത്യയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച ഉണ്ടാകരുത്. സ്തോത്രം. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ആരും നിങ്ങളെ വഞ്ചിക്കരുത്, ആരും നിങ്ങളെ ചതിക്കരുത്. അതിൻ്റെ എത്ര പ്രാവശ്യം പറഞ്ഞു, ആരും നിങ്ങളെ ചതിക്കരുത്, ആരും നിങ്ങളെ വഞ്ചിക്കരുത്. സ്തോത്രം. ചക്കര വാക്കും മുഖസ്തുതിയും പറഞ്ഞ് ആരും നിങ്ങളെ ചതിക്കരുത്. അതൊക്കെ കേട്ടോ നല്ല സുഖമാണ്. ചക്കര വാക്കും കൊള്ളാം, സ്വീറ്റ് വേർഡ്സ്, അത് കേട്ടാൽ ഇഷ്ടമാണ്. പക്ഷെ വഞ്ചന, ആ എരേനകത്തൊരു ചൂണ്ട ഇരിപ്പുണ്ട്, വഞ്ചിക്കപ്പെടരുത്. എനിക്ക് ഇതിനേക്കാൾ കൂടുതൽ ഗൗരവമായിട്ട് ഈ വിഷയം കൊണ്ട് പറയാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ ഇത്രയും കാര്യം മുഖൂര് പറഞ്ഞു. അതുകൊണ്ട് ദൈവവചനത്തിലേക്ക് തിരിയണം, ദൈവവചനത്തിലേക്ക് മടങ്ങണം. സ്തോത്രം. ദൈവവചനം എന്ന് പറയുന്ന ഒരു ദാക്ഷിണ്യമില്ലാതെ അതിൻ്റെ കൃത്യതയിൽ ഉൾക്കൊള്ളുവാൻ നിങ്ങൾ ഉത്സാഹിക്കണം. സ്തോത്രം. സോറില്ലേ പ്രാക്ടിക്കൽ ക്രിസ്ത്യൻ ലൈഫ് താരദാസൻ ആ വിഷയം എന്നെ തിരഞ്ഞെടുത്തേപ്പിച്ചു. പ്രാക്ടിക്കൽ ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലും. ജോൺ ബെനിയൻ എന്ന് പറയുന്ന ഭക്തനായ ദേവദാസനെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ. ജോൺ ബെനിയൻ പരദേശി മോക്ഷയാത്ര എഴുതിയ ആ ഭക്തനായ മനുഷ്യൻ പിൽഗ്രിംസ് പ്രോഗ്രസ് എഴുതിയാണ്. പരദേശി മോക്ഷയാത്ര എന്നുള്ള വാക്കറിയില്ലെങ്കിൽ കുഞ്ഞിന് വേണ്ടി ഞാൻ പറഞ്ഞതാണ്. അദ്ദേഹം ഭക്തനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചരിത്രം തന്നെ വളരെ വളരെ പ്രചോദനം നൽകുന്നതാണ്. അദ്ദേഹം ഒരു ടിങ്കറായിരുന്നു, പാട്ടപണിക്കാരൻ. ഇംഗ്ലണ്ടിലെ ഒരു പാട്ടപണിക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ദൈവഭക്തനായ ഒരുവൻ്റെ മകളായിരുന്നു. ആ ദൈവഭക്തിയായ പെൺകുട്ടി ദൈവത്തിനുള്ള സത്യങ്ങൾ തൻ്റെ ഭർത്താവിനുമായി പങ്കുവെച്ച് ജോൺ ബെനിയൻ തികഞ്ഞ ഒരു ഭക്തനാണ്. സുവിശേഷം അദ്ദേഹത്തെ വിവാദപ്പെടുത്തി. തൻ്റെ ജോലി ചെയ്യുന്നതോടൊപ്പം അദ്ദേഹം സുവിശേഷം പ്രസംഗിക്കാൻ പോകും. ധാരാളം സുവിശേഷ യോഗങ്ങളിൽ കവലകളിൽ നിന്ന് ചെറിയ ചെറിയ കൂട്ടങ്ങളോടൊക്കെ അദ്ദേഹം ദൈവത്തിന് പ്രസംഗിക്കാൻ. ചില പള്ളികളിൽ അദ്ദേഹത്തിന് അവസരം കിട്ടിയപ്പോൾ അവിടെയൊക്കെ പ്രസംഗിച്ചു. ഒടുവിൽ ലൈസൻസ് ഇല്ലാതെ പ്രസംഗിച്ചു എന്ന കുറ്റം ചുമത്തി. അന്ന് ചർച്ച അതുപോലെ പള്ളിയിലെ ലൈസൻസ് ഇല്ലാതെ പ്രസംഗിച്ചു എന്ന കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തു. ബെഡ്ഫോർഡ് എന്ന് പറയുന്ന സ്ഥലത്തെ തുറുങ്കിലടക്കി. ബെഡ്ഫോർഡ് എന്ന് പറയുന്ന സ്ഥലത്തെ തുറുങ്കിൽ തണുപ്പും ഈർപ്പവും നിറഞ്ഞ ഒരു മുറിയിൽ ജോൺ ബെനിയൻ അടയ്ക്കപ്പെട്ടു. പക്ഷേ അതുകൊണ്ടൊന്നും അദ്ദേഹത്തിൻ്റെ സുവിശേഷ തീഷ്ണതയെ കെടുത്ത് കളയാൻ വിശാലിന് കഴിഞ്ഞില്ല. ആ ബെഡ്ഫോർഡ് പ്രിസണിൽ കിടന്നുകൊണ്ടാണ് പരദേശി മോക്ഷയാത്ര എഴുതിയത്. അതുകൊണ്ട് ക്രൈസ്തവ സമൂഹത്തിന് വലിയ മുതൽക്കൂട്ടല്ലേ. അദ്ദേഹം പറഞ്ഞൊരു അത് പറയാനാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞൊരു വാചകം ബഹുമാനങ്ങൾ ഉള്ളിനുള്ളിൽ നമുക്കറിയാം. ചില ഭക്തന്മാരോടുള്ള ഒരു ബഹുമാനവും ആദരവും കണ്ടിട്ടില്ല, ഞാൻ കാണും, തീർച്ചയായും കാണും. അദ്ദേഹം പറഞ്ഞൊരു കാര്യം കൂടെ കൊടുത്തി പറയാം. കർത്താവ് വരുമ്പോൾ 3 അത്ഭുതം നടക്കും. അദ്ദേഹം പറഞ്ഞത് കർത്താവ് വരുമ്പോൾ 3 അത്ഭുതം നടക്കും. ഒന്നാമത്തെ അത്ഭുതം
അവിടെ കാണുമെന്ന് വിചാരിക്കുന്ന പലരെയും അവിടെ കാണുകയില്ല. അതിൽ അമ്പരന്ന് 2 അവിടെ ഒരിക്കലും കാണുകയില്ല എന്ന് വിചാരിക്കുന്ന ചിലരെയൊക്കെയും അവിടെ കാണും. അതും സർപ്രൈസ്. 3 7 അടിയാൻ അവിടെ കാണും. My humble poor self will be there. അതൊരു അത്ഭുതമായിരിക്കും അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം ഉണ്ടെങ്കിൽ ഞാനും അത് എനിക്ക് ആ ഉറപ്പ് ഇന്നും തന്നിട്ടുണ്ട്. 7 നടിയാനും അവിടെ കാണുമെന്നുള്ളതുകൊണ്ട് ഞാനന്ന് അദ്ദേഹത്തെ കാണും. ഇങ്ങനെ ഉള്ളിൽ അദ്ദേഹത്തിൻ്റെ ബഹുമാനമുണ്ട്. അദ്ദേഹം പറഞ്ഞ വാചകം, ക്രിസ്ത്യാനിറ്റി ഈസ് എ പ്രാക്ടിക്കൽ റിലിജിയൻ. Christianity is a practical religion. What does it mean? എന്താ അതിൻ്റെ അർത്ഥം? ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞത് തലയ്ക്കകത്തിരിക്കാനുള്ളതല്ല. അതൊരു ക്രീഡിൽ ഒതുങ്ങുന്നതല്ല. Christianity cannot be limited to a creed. You know what is meant by creed? വിശ്വാസ പ്രമാണം. എഴുതപ്പെട്ട ഒരു വിശ്വാസ പ്രമാണത്തിനകത്ത് ഒതുക്കാനുള്ളതല്ല ക്രിസ്ത്യാനിറ്റി. ഒതുങ്ങുകയല്ല. അതൊരു പ്രാക്ടിക്കൽ റിലിജിയനാണ്. സ്തോത്രം. അത് ജീവിക്കാനുള്ളതാണ്. സ്തോത്രം. കേവലം മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ടിരിക്കാനുള്ളതല്ല. സോ if we are Christians, if we are members of the Church of God, we have a practical life. നമുക്കൊരു പ്രാക്ടിക്കൽ ലൈഫ്. ബൈബിൾ നിബന്ധിച്ചിരിക്കുന്ന ഒരു പ്രായോഗിക ജീവിത മാതൃകയുണ്ട്. ആ പ്രായോഗിക ജീവിത മാതൃകയ്ക്ക് പുറത്തു പോകൽ ഈ തലമുറയിൽ ഇത് വളരെ പ്രധാനമാണ്. കാരണം ഇന്ന് നമ്മളുടെ മുഴുവൻ നല്ലൊരു ഭാഗത്തിന് മുഴുവൻ പറഞ്ഞുകൊള്ളല്ലോ, നല്ലൊരു ഭാഗത്തിന് ചിന്ത ഞാൻ രക്ഷിക്കപ്പെട്ടു. എന്തോ ഈ രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടു പോലെ. My young friends, if I ask you, you tell me, I'm saved. What do you mean by that? How did you get saved? എങ്ങനെ നിങ്ങൾ രക്ഷിക്കപ്പെട്ടെ? One day I got up in the church and said, I accept Jesus Christ as my personal Savior and Lord. That outward saying should be the audible expression of an inward change. അത് ചുമ്മാ പറഞ്ഞാൽ പോരാ. സ്തോത്രം. ഉദാഹരണം പറയാം. ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാണെന്ന് ഒരു ദമ്പതികൾ പറയുക. ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാണ്. ആ ദമ്പതികൾ പറയുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഭാര്യ ഭർത്താക്കന്മാരായത്? ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായത് ഇന്ന ദിവസം ഇന്നടത്ത് വെച്ച് ഇന്ന പാസ്റ്ററുടെ ശുശ്രൂഷയിൽ ഞാൻ എൻ്റെ ഭാര്യയോട് ഉടമ്പടി വാചകം പറഞ്ഞു കൊടുത്തു. എൻ്റെ പാസ്റ്റർ പറഞ്ഞത് ഞാൻ ഏറ്റു പറഞ്ഞ് ഉടമ്പടി. അതുപോലെ ഭാര്യയും പറയും, ഞാൻ എൻ്റെ ഭർത്താവിനോട് ഉടമ്പടി വാചകം. ആ ഉടമ്പടി വാചകം ചൊല്ലുക എന്ന് പറയുന്നത് ഒത്തിരി ദിവസങ്ങളുടെ ഒരുക്കത്തിൻ്റെയും തീരുമാനത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും മാറ്റത്തിൻ്റെയും ഒരു ക്ലൈമാക്സ്. ശരിയല്ലേ? പരസ്പരമുള്ള ബന്ധം അവിടെ ആരംഭിച്ചത്. രണ്ടുപേർക്കും പരസ്പരം ബോധിച്ചു. അവർ പരസ്പരം കുറേ നേരം സംസാരിച്ചു. അവരുടെ ഫിലോസഫി ഓഫ് ലൈഫ് അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവച്ചു. They shared their philosophy of life. കുറേ നേരം സംസാരിച്ചപ്പോൾ കൊള്ളാം, we are a match. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പരിഗണിച്ച് അതിൻ്റെ പരിണിത ഫലമായി ഒരു തീരുമാനമെടുത്തു. പിന്നെ ഒരുക്കങ്ങൾ. അതിൻ്റെ ഒടുവിൽ
ആ ഉഭയസമ്മതവാചകം ചൊല്ലുക എന്ന് പറയുന്നത് ഈ വലിയ മാറ്റത്തിൻ്റെ പ്രദർശനം മാത്രമാണ്. ഇതുപോലാണ് ഒരു കുഞ്ഞെഴുന്നേറ്റ് നിന്ന് ദൈവസഭയിൽ ഞാൻ എൻ്റെ കർത്താവിനെ എൻ്റെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുന്നു എന്ന് പറയുന്നത്. അങ്ങനെയാണെന്നോ പറഞ്ഞ അറിയുമ്പോൾ നാടകത്തിൽ പിള്ളേർ നാടകം കളിക്കുന്നത്. Christianity is a practical religion. അത് പ്രാക്ടിക്കലാണ്. ഈ പ്രാക്ടിക്കൽ റിലിജിയൻ എന്ന് തന്നെ പറയാമെന്ന് എനിക്കറിഞ്ഞൂടാ. പ്രാക്ടിക്കൽ വേ ഓഫ് ലൈഫ് എന്ന് പറയണല്ലേ. ഇതിൻ്റെ ആരംഭം എന്ന് പറയുന്നത് നമുക്കറിയാം, മാനസാന്തരമാണ്. ചില വാക്കുകൾ പറയാതെ പോയാൽ ശരിയാവില്ല. അതുകൊണ്ട് ചില വാക്കുകൾ അതിനെക്കുറിച്ച് പറഞ്ഞു പോകാം. വാക്കുകളോ ചില വാചകങ്ങൾ മാത്രം പറഞ്ഞു പോകാം. ഈ മാനസാന്തരം എന്ന് നമ്മൾ എപ്പോഴും പറയും. എന്തുവായി മാനസാന്തരം എന്ന് പറയും. നമ്മൾ പൊതുവെ ചിന്തിക്കുന്നത് ദുർമാർഗത്തിൽ നിന്ന് സന്മാർഗത്തിലേക്ക് തിരിയുന്നതാണ്. അതല്ല വേദോസ്തം പറയുന്ന മാനസാന്തരം. വേദോസ്തം പറയുന്ന മാനസാന്തരം അല്ല. വേദപുസ്തകം പറയുന്ന മാനസാന്തരം ദുർമാർഗത്തിൽ നിന്ന് സന്മാർഗത്തിലേക്കുള്ള തിരിച്ചിൽ ഒതുങ്ങുന്നതല്ല. വേദപുസ്തകം പറയുന്ന മാനസാന്തരം സ്വയത്തിൽ നിന്ന് ദൈവത്തിങ്കിലേക്കുള്ള തിരിച്ചിലാണ്. സ്വയത്തിൽ നിന്ന് ദൈവത്തിങ്കിലേക്കുള്ള തിരിച്ചൽ. ചില വാക്യങ്ങൾ വായിച്ചു. പ്രവർത്തന പുസ്തകം 20-ാം അധ്യായം 21-ാം വാക്യം. Acts of the Apostles chapter 20 verse 21 and 26-20. രണ്ട് വാക്യം വായിച്ചാൽ കണ്ടോ? മതി. താങ്ക് യു സിസ്റ്റർ. ദൈവത്തിങ്കിലേക്കുള്ള 26-20 വായിച്ചോ. എടുത്തോളം വായിക്കും. മാനസാന്തരപ്പെട്ട എവിടെ തിരിയണം. അതുകൊണ്ടാണ് 17:30 പ്രവൃത്തി 17:30 വായിക്കുന്നത്. എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണം. മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത ഒരു നീതിമാനുമില്ല. ഒരു ദുർമാർഗവും ഇല്ലെങ്കിൽ വായിക്കുന്നു വേണം മാനസാന്തരം. അപ്പൊ എന്തോ മാനസാന്തരം ദൈവത്തിലേക്ക് തിരിയുന്നത്. ഇങ്ങനെ പറഞ്ഞോട്ടെ, സ്വയത്തിൽ നിന്ന് ദൈവത്തിലേക്കും താൽക്കാലികമായതിൽ നിന്ന് നിത്യമായതിലേക്കും ലൗകികമായതിൽ നിന്ന് സ്വർഗീയമായതിലേക്കും ജഡീയമായതിൽ നിന്ന് ആത്മീയമായതിലേക്കുള്ള തിരിച്ചിലാണ് മാനസാന്തരം. സ്തോത്രം. അതുണ്ടാകും. ശ്രദ്ധിക്കണേ, ഇന്നിപ്പോൾ പലരും ലൗകികമായ കാര്യങ്ങളാണ്. ശ്രദ്ധിക്കണേ, ലൗകികമായ നേട്ടത്തിലുള്ള ഉപാധിയായിട്ടാണ് ആത്മീയതയെ കണക്കൂട്ടുന്നത്. വന്ന രോഗികൾ മുഴുവൻ സൗഖ്യമാണ്, നല്ല കാര്യം. വന്ന എല്ലാ പ്രശ്നങ്ങളിലുള്ളവർക്കും പ്രശ്നപരിഹാരം കിട്ടണം, വെരി ഗുഡ്. ഇതൊക്കെ ദൈവമാണ് തരുന്നത്. പക്ഷേ ഒരു യോഗത്തിൽ നടക്കുന്ന ആത്മീയ ശുശ്രൂഷകളൊന്നും അതിനു വേണ്ടിയുള്ളതല്ല. അതൊക്കെ ബൈ പ്രോഡക്ട്സ്. ദേഷ്യം വരുന്നുണ്ടാവും, ചോദിക്കാം. അതൊക്കെ ബൈ പ്രോഡക്ട്സ്. രോഗസൗഖ്യം, പാപ
പാപപരിഹാരത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന ബൈ പ്രോഡക്റ്റ് ഉപോൽപ്പന്നമാണ്. ഉപോൽപ്പന്നം കൂടെ ഉണ്ടല്ലോ എല്ലാവരും. മെയിൻ എന്താ? മെയിൻ പാപപരിഹാരമാണ്, നിത്യജീവനാണ്, സ്വർഗീയമായതാണ്. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ നമുക്ക് പലപ്പോഴും നമ്മുടെ യോഗങ്ങൾക്ക് നമ്മൾ പരസ്യം കൊടുക്കുമ്പോൾ ഈ ബൈ പ്രോഡക്ട്സിനാണ് കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത്. നിങ്ങൾ ഓർത്ത് വയ്ക്കുക, ഒരു ഓയിൽ മില്ല് നടത്തുന്ന ഒരാളാണ്. ഓയിൽ മില്ല്, ആ ഓയിൽ മില്ല് നടത്തുന്നയാൾ പരസ്യം കൊടുക്കുന്നത് പിണ്ണാക്കാണെങ്കിൽ അവിടെ എന്തോ തകരാറുണ്ട്. ഇത് നമുക്കിത് സംഭവിച്ചു. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, നിങ്ങൾ ആവർത്തിച്ച് രോഗസൗഖ്യം പ്രാപിച്ചു. 150 കൊല്ലം നവയൗവനയുക്തനായി ജീവിച്ച ഒരു പ്രശ്നവുമില്ലാതെ കോടീശ്വരനായി ഇവിടെ വിലസി മരിച്ചു മണ്ണടിഞ്ഞ് നരകത്തിലേക്ക് പോയ ആ മനുഷ്യൻ ജനിക്കാതിരുന്നെങ്കിൽ ഒന്നാമത് വേണ്ടത് നിത്യജീവനെ കുറിച്ചുള്ള ഉറപ്പാണ്. അപ്പോൾ മാനസാന്തരം എന്ന് പറയുന്നത് സ്വയത്തിൽ നിന്ന് ദൈവത്തിലേക്ക് പ്രതിരിച്ചതാണ്. ഇത് നിങ്ങൾ മറക്കാതിരിക്കാൻ ഞാൻ പറയാം. നിങ്ങൾ ഒരിക്കലും മറക്കല്ല. നമ്മളെപ്പോഴും പറയുന്നത് എനിക്ക് വേണ്ടി ദൈവം എന്നല്ലയോ. എനിക്ക് വേണ്ടി ദൈവം എന്ന് പറയുമ്പോൾ ഞാനല്ലയോ വലുത്. എനിക്ക് വേണ്ടി ദൈവം. ഇവിടുത്തെ ഷെയ്ക്കിന് വേണ്ടി ഞാനൊരു അസിസ്റ്റൻ്റാന്ന് പറഞ്ഞാൽ ആരാണ്? ഷെയ്ക്കാണ്. ദൈവത്തിനു വേണ്ടി ഞാനെന്ന് പറയണം. എനിക്ക് വേണ്ടി ദൈവമൊന്നല്ല. ഇപ്പൊ എല്ലാവരും പറയുന്നതാണ് എനിക്ക് വേണ്ടി ദൈവം, എനിക്ക് വേണ്ടി ദൈവം. തിരിഞ്ഞു വീഴണം. എല്ലാവരും കൂടെ ഉണ്ടേ. അത് ഞാൻ വേറെ രീതിയിലും കൂടെ പറയാം. രക്ഷിക്കപ്പെട്ടപ്പോൾ കർത്താവിനെ ഇങ്ങോട്ട് എടുക്കുക എന്നതിൽ ഒതുക്കി നിർത്തരുത്. നമ്മളെ കർത്താവിന് കൊടുക്കുക എന്നതാണ്. ഈ ബേസിക് കാര്യത്തിൽ തെറ്റുപറ്റി അതുകൊണ്ടാണ് പ്രാക്ടിക്കൽ ലൈഫ് നന്നാകാതെ പോകുന്നത്. നിങ്ങളുടെ കൂടെ വരണേ. അപ്പോൾ സ്വയത്തിൽ നിന്ന് ദൈവത്തിങ്കിലേക്കും താൽക്കാലികമായത് നിത്യമായതിലേക്കും ലൗകികമായതും സ്വർഗീയമായതിലേക്കും ജഡികമായതും ആത്മീയമായതിലേക്കും തിരിഞ്ഞെങ്കിൽ ഈ ലോകത്തിലെ നേട്ടങ്ങൾ കച്ചടായ. പൗലോസ് പറയുന്ന പോലെ എനിക്ക് ലാഭമായി നോക്കുകയും സ്തോത്രം. എനിക്കറിയാം എൻ്റെ NRI സഹോദരങ്ങളോട് ഈ ഉള്ളവൻ പ്രസംഗിക്കുക സ്ഥലകാല വിഭ്രാന്തിയൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. I know where I am, to whom I am talking. I appreciate it. അതുകൊണ്ട് നിങ്ങളെയൊക്കെ നന്മകളിൽ ഞാൻ ഓഹരിക്കാനായിട്ട് I thank God for you. I thank for all the blessings God has given you. ദൈവം നിങ്ങൾക്ക് തന്ന നന്മയിൽ നിങ്ങളെ ഓർത്ത് നിങ്ങളോട് കൂടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പക്ഷേ അതല്ല വലുത്, അതല്ല പ്രധാനം. നിത്യജീവനാണ് പ്രധാനം. ആ മാനസാന്തരം നമുക്കുണ്ടാകണം. സോറട്ടെ, എൻ്റെ ചെറുപ്പത്തിൽ എനിക്ക് ഓർമ്മയുണ്ട്, ഞങ്ങളുടെ പ്രദേശത്തുള്ള സമ്പന്നരായ ചില സഹോദരങ്ങൾ വിശ്വാസത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടു എന്ന ഏക കാരണത്താൽ വീട്ടിൽ നിന്ന് നിഷ്കാസനം ചെയ്യപ്പെട്ടു. സ്വത്തുക്കൾ ഒന്നും കൊടുക്കാതെ നാട്ടിൽ നിന്ന് ഓടിച്ചു കളഞ്ഞു. കുടുംബത്തിന് അപമാനം വരുത്തിയവനെ നാട്ടിൽ കണ്ടുപോയി ഓടിച്ചു. അവർ സന്തോഷത്തോടെ പോയി.
മലബാറിൽ പോയി, മംഗലാപുരത്ത് പോയി, കർണാടകയുടെ ഉൾഭാഗങ്ങളിൽ പോയി. അവരൊക്കെ പിന്തലമുറ ഇപ്പം വലിയ 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 നിലകളിൽ ജീവിക്കും. അവർക്ക് ഇവിടുന്ന് ഇവരെ ഓടിച്ചു വിട്ടു, ഇവർക്ക് ഭൗമികമായിട്ടൊന്നും കൊടുത്തിരുന്നുള്ളൂ. അവർക്ക് അതൊരു പ്രശ്നമില്ല. ഈ വേദപുസ്തകത്തിൽ വാക്യം വായിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ ഇതിൻ്റെ അർത്ഥം അങ്ങനെയാണെന്നൊക്കെ അതിശയിച്ചിട്ടുണ്ടോ? എബ്രായലേഖനം 10-ാം അധ്യായത്തിൽ സമ്പത്തുക്കളുടെ അപഹാരം സന്തോഷത്തോടെ സഹിച്ചു. സമ്പത്തുക്കളെ അപഹാരം സഹിച്ചെന്ന് പറഞ്ഞാൽ പോട്ടത്. അടുത്തെന്താ പറയുന്നത്? സന്തോഷത്തോടെ. എന്താ കാര്യം? സ്വർഗത്തിൽ ഉത്തമ സമ്പത്തുണ്ട്. ഇതൊക്കെ കൊച്ചു കാര്യമാണ്. ആ തിരിച്ചിലാണ് മാനസാന്തരം എന്ന് പറയുന്നത്. എന്നാൽ ഇന്നത്തെ നമ്മുടെ ഒട്ടുമുക്കാൽ സോക്കോൾഡ് ശുശ്രൂഷകളും ഭൗമിക താല്പര്യങ്ങൾ മനസ്സിന് ഒന്നും കൂടി ശക്തിപ്പെടുത്തത്തക്കതുപോലുള്ള ചില പരിപാടികളാണ്. സഹോദരങ്ങളെ, ഒരു മനുഷ്യന്റെ വസ്തുവക വർദ്ധിച്ചാലും അതല്ല അവന്റെ ജീവന് ആധാരമായിരിക്കും. അതല്ല അവന്റെ ജീവന് ആധാരം. അതുകൊണ്ട് പ്രാക്ടിക്കൽ ക്രിസ്ത്യൻ ലൈഫിൽ ബൈബിള് പഠിപ്പിക്കുന്നത് മനസ്സിലാകണമെങ്കിൽ ആ മാനസാന്തരം നമ്മുടെ ഭാഗത്തുണ്ടായിരുന്നു. അതുകൊണ്ട് അത് പറഞ്ഞേച്ച് മുമ്പോട്ട് പോകാം. ഇതൊന്നും വലുതല്ല സഹോദരങ്ങളെ. ചിലർക്ക് വായിച്ചാൽ പിന്നെ അധികം വിചാരിക്കും ഈ ചില വാക്യമൊന്നും ഞാൻ ചുമ്മാ വായിപ്പിച്ച് കേൾപ്പിക്കാം. ഉണ്ണാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന് നിൽക്കുക. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലകാരണമാണ്. എഫേസ്യർ 5-ാം വാക്യം വായിച്ചു. കണ്ടോ? വിഗ്രഹാരാധിയായ ദ്രവ്യാഗ്രഹി. വിഗ്രഹാരാധിയായ ദ്രവ്യാഗ്രഹി. ഇനി കൊലോസ്യർ 3:5. ഉണ്ടോ? വിഗ്രഹാരാധനയായ അത്യാഗ്രഹം. ശ്രദ്ധിക്കണേ, ഈ അത്യാഗ്രഹം എന്ന് പറയുന്നത് പോലും ദൈവം വെറുക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങളെ ഉയർത്താൻ, നിന്നെ സമ്പന്നനാക്കാൻ ഇന്ന് രാത്രി ദൈവത്തിന് പദ്ധതി ഉണ്ടെന്ന് പറഞ്ഞാൽ ഇത് എൻ്റെ ദൈവത്തിൽ നിന്നല്ലെന്ന് ഉള്ളിൻ്റെ ഉള്ളിലൊരു തിരിച്ചറിവ് ഉണ്ടാകാൻ നമുക്കിനി എന്നാ മാനസാന്തരം ഉണ്ടാകുന്നേ? എനിക്ക് ആവശ്യമുള്ള എല്ലാം തന്നെ എൻ്റെ ദൈവം തന്നിട്ടുണ്ട്. സ്തോത്രം. അതുകൊണ്ട് എന്നെ കൂടുതൽ സമ്പന്നനാക്കിയിട്ട് ദൈവത്തിന് ഒന്നും എന്നിൽ കൂടെ നിർവഹിക്കാനില്ല. എന്നെ കൂടുതൽ നിന്നെ ആത്മീയനാക്കാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ കർത്താവേ അതൊന്ന് അറിയണേ. അതായി മാനസാന്തരം. അതുണ്ടായി കഴിഞ്ഞെങ്കിലേ ഇനി ഞാൻ പറയാൻ പോകുന്നത് മനസ്സിലാവുള്ളൂ. എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടല്ലോ. മനസ്സടക്കല്ലേ, മുമ്പോട്ട് പോകുന്നു. സ്തോത്രം. ഈ പ്രാക്ടിക്കൽ ക്രിസ്ത്യൻ ലൈഫിന് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും താരതമ്യം ചെയ്ത് പഠിക്കുമ്പോൾ വലിയൊരു വ്യത്യാസമാണ് കാണാം. ഈ പഴയ നിയമത്തിൽ പ്രാക്ടിക്കൽ കവനന്റ് ലൈഫ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ലൈഫ് ഓഫ് ദ ഇസ്രായേലൈറ്റ്സ്, ഇസ്രായേലിയരുടെ പ്രായോഗിക ജീവിതം. ആ പ്രായോഗിക ജീവിതത്തിന് ഒത്തിരി നിർദ്ദേശങ്ങളാണ്. എന്തൊക്കെ നിർദ്ദേശങ്ങൾ? ശ്രദ്ധിക്കണേ. എന്ത് കഴിക്കാം, എന്ത് കഴിക്കരുത്, എന്തുടുക്കാം, എന്തുടുക്കരുത്, ആരെ കല്യാണം കഴിക്കാം, ആരെ കല്യാണം കഴിക്കാൻ പാടില്ല. വെച്ചിട്ടുണ്ടല്ലോ. വീട് പണിയുമ്പോൾ എന്തൊക്കെ സൂക്ഷിക്കണം, വെച്ചിട്ടുണ്ടല്ലോ. ഇതൊക്കെ ഇങ്ങനെ ഡീറ്റെയിൽഡ് ഇൻസ്ട്രക്ഷൻസ്.
ഈ ഡീറ്റെയിൽ ഇൻസ്ട്രക്ഷൻസ് ഒന്നുമില്ല. വീട് പണിയുന്നതിന് ഇൻസ്ട്രക്ഷൻസ് ഇല്ല, ഭക്ഷണ കാര്യത്തെക്കുറിച്ചും. അപ്പോൾ ഒരു ഗൈഡൻസും ഇല്ലയോ? അയ്യോ, ഗൈഡൻസ് ഇല്ല, ഇല്ല. പുതിയ വ്യക്തി വന്നപ്പോൾ കേട്ടി, പുതിയ വ്യക്തി വന്നപ്പോൾ അവിടെ കുളമ്പ് പിളർന്നതും അയവിറക്കുന്നതുമായ മൃഗം, ചിറവുള്ളതും ചെരുവുള്ളതുമായ മീന്, ഇന്ന പക്ഷികൾ, അതിൻ്റെ ലിസ്റ്റാണ്, ദീർഘമായ ലിസ്റ്റാണ്. ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്. പുതിയ വെച്ച് വന്നപ്പോഴെത്തുക എന്നെ കഴിക്കാം. ഒരു ഗൈഡൻസും ഇല്ല. ഉണ്ട്, പ്രാക്ടിക്കൽ ഗൈഡ് ലൈൻ ഉണ്ട്. എന്താ? സ്തോത്രത്തോടെ അനുഭവിക്കുന്നെങ്കിൽ ഒന്നും വർദ്ധിക്കേണ്ടതല്ല. സാധാരണ ആളുകൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, പോർക്ക് കഴിക്കാൻ വന്ന് പോർക്ക് എന്താ പറയുന്നത് ബൈബിളിൽ? അയ്യോ, വഴി ജീവിതത്തിൽ അത് കഴിക്കാൻ റെഡിമെയ്ഡ് മിൻസ്ഡ് മീറ്റ്, ഹാഫ് കുക്ക്ഡ് മീറ്റ്. ഇറ്റ്സ് എ മിക്സ്ചർ. അതൊരു മിക്സ്ചറാണ്. അതിനകത്തെല്ലാം കാണും. ശ്രദ്ധിച്ചാൽ പറയാം. പുതിയ യുഗത്തിൽ അങ്ങനെ വരുമ്പോൾ സ്തോത്രത്തോടെ അനുഭവിക്കുന്നതിലൊന്നും വർദ്ധിക്കേണ്ടതല്ലെന്നാണല്ലോ പറയുന്നത്. അതങ്ങനെ സൗകര്യമായോ? പറയാം, സൗകര്യമായോ നോക്കാം, സ്വാതന്ത്ര്യമായോ. ഒത്തിരി പറയുമ്പോൾ ഒത്തിരി സമയമെടുക്കും. ഞാൻ പ്രാക്ടിക്കലായിട്ട് എൻ്റെ ഒരു സഹോദരൻ്റെ ഒരു അനുഭവം പറയാറുണ്ട്. ഞാൻ ചില സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ പറയാൻ വേറെ പെട്ടെന്ന് ഞാൻ ഒത്തിരി നേരം എടുക്കും, സമയം ലാഭിക്കാൻ വേണ്ടി. അദ്ദേഹം കോട്ടയത്ത് പൂന്തുരുത്തുന്നൊരു സ്ഥലം നോക്കിയിട്ടുണ്ടായിരുന്നു. പൂന്തുരുത്തുന്നത് അവിടെ ഒരു KC പോലെ വലിയൊരു പവർ സ്റ്റേഷൻ ഉണ്ട്. അവിടെ ജോലി ചെയ്യുന്ന 10,000 മനുഷ്യർ. അദ്ദേഹം വളരെ ഭക്തനായിരുന്നു. ഞാൻ ഒരു 88-89 ആ പവർ സ്റ്റേഷൻ പുറകിലുള്ള സ്ഥലത്ത് വെച്ച് ഒരു വീട്ടിൽ വെച്ച് ബൈബിൾ ക്ലാസ് എടുക്കുമ്പോൾ ആളുകളെയൊക്കെ വിളിച്ചുകൊണ്ടവർക്ക് എന്ത് ഉത്സാഹമാണ്. അദ്ദേഹത്തിൻ്റെ ബോസിന് ഇദ്ദേഹത്തെ വളരെ മതിപ്പായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ബോസിന് മൂലമറ്റത്തേക്ക് ട്രാൻസ്ഫർ ആയപ്പോൾ അദ്ദേഹത്തിന് അവിടെ ഉണ്ടായിരുന്ന ആദ്യത്തെ ഒരു അസൈൻമെൻറ്റ്, അവിടെ ഈ പണി കഴിഞ്ഞ് ഒത്തിരി സ്ക്രാപ്പ് പൂനയായിട്ട് കൂട്ടിയിട്ടുണ്ട്. അതൊന്നും ഇതുവരെ ഡിസ്പോസ് ചെയ്തിട്ടില്ല. അവിടെ ഇദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഒരു അസൈൻമെൻ്റ് അതായിരുന്നു. അത് കഴിഞ്ഞിട്ട് വേണം അവിടെ ഒരു പുതിയ ഒരു ബിൽഡിങ്ങും ഇതൊക്കെ പണിയാണ്. ഇത് മാറ്റി വെച്ചാൽ പോകുള്ളൂ. ഇത് കുറേശ്ശെ അവർ വിൽക്കുന്നുണ്ടായിരുന്നു. റെക്കോർഡിൽ വളരെ തുച്ഛമായത് വരും. അവിടുത്തെ ജോലിക്കാർ മുഴുവൻ ഇത് കട്ടുതിരിക. അപ്പോൾ ഇദ്ദേഹത്തിന് തോന്നി വിശ്വസ്തയോടെ ഇത് ചെയ്യാനായിട്ട് പൂന്തുരുത്തിന്ന് ആ സഹോദരനെ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്ത് വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. അങ്ങനെ അദ്ദേഹത്തെ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെന്നപ്പോൾ അദ്ദേഹത്തോട് ഇതിൻ്റെ ഇൻചാർജ് ആകാനാണ് പറയുന്നത്. എന്തോ ചെയ്യാനാ? കാര്യങ്ങളൊന്ന് സ്റ്റഡി ചെയ്തപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായത് അപകടമാണ്. അദ്ദേഹം തൻ്റെ സഹപ്രവർത്തന ആളുകളെല്ലാം വിളിച്ചു കൂട്ടിയിട്ട് അദ്ദേഹം പറഞ്ഞു, ദേ സംഗതി ഇങ്ങനെയൊക്കെയാണ്, നമുക്കൊരു എഗ്രിമെൻ്റ് ഉണ്ടാകാം. 10% ഇതിനകം വിൽക്കുന്നതിൻ്റെ 10%. 100 ലോഡ് പോയാൽ 90 ലോഡിൻ്റെ റെക്കോർഡ്, 10 ലോഡ് റെക്കോർഡില്ല. അപ്പോൾ 110 ലോഡ് പോകുമ്പോൾ 100 ലോഡ് നിങ്ങൾ എഴുതിക്കും. ആ 10 ലോഡിനെ നിങ്ങൾ എടുത്തോ. ഒടുവിൽ ശരി സമ്മതിച്ചു. നാടിൻ്റെ കാര്യമല്ലേ എന്നെ പറയാനാ. അങ്ങനെ ഡിസ്പോസ് ഓഫ് ചെയ്തു. അതിങ്ങനെ കുറേ നാളത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവരിടയിൽ ഒരു ചെറിയ സംശയമായി. എടാ, നീ എനിക്കൊക്കെ പറഞ്ഞിട്ടൊക്കെ ചെയ്തെങ്കിലും ഒടുക്കം വേണേ ഇവൻ മുഴുവൻ റെക്കോർഡ് ഉണ്ടാക്കുന്നുണ്ട്. ഒടുക്കന്മാർ നമ്മളെ പിടിക്കും. നമുക്ക് എങ്ങനെ ഇവനെക്കൊണ്ട് നമ്മുടെ കൂട്ടത്തിൽ കുരുക്കണം. അതായി അവിടെ യൂണിയൻ ലീഡർ പറഞ്ഞു, അത് ഞാൻ വരിക വിളിച്ചിട്ട് വന്നു. ഒരു ദിവസം എല്ലാ ശനിയാഴ്ച ഉച്ച കഴിയുമ്പോൾ വീട്ടിലോട്ട് പോരും. ബസ് സ്റ്റോപ്പിൽ വന്നിരിക്കുമ്പോൾ യൂണിയൻ ലീഡർ കൂടെ വന്നു നിന്നു.
യൂണിറ്റ് ലീഡറും കൂടെ കൂടെ വന്ന് നിന്ന് ബസ് വന്ന് കയറിയപ്പോൾ അദ്ദേഹം കൂടെ കയറി. ലോകം പറഞ്ഞുകൊണ്ട് നിന്നു. അദ്ദേഹം കുറച്ചും കൂടെ കഴിഞ്ഞപ്പോൾ സാറിൻ്റെ ഈ ആഴ്ചത്തെ ഷെയറാണെന്നും പറഞ്ഞ് ഒരു കവറ് അദ്ദേഹത്തിൻ്റെ പോക്കറ്റോട് തിരികെ വെച്ചേച്ച് ഓടിച്ചത് ഒന്ന് സ്ലോ ചെയ്യപ്പെടെ എന്ന് പറഞ്ഞ് വേഗം ബസ്സിൽ കയറി ഇറങ്ങി. ഇദ്ദേഹത്തിന് പ്രതികരിക്കാൻ കഴിയുന്നതിന് മുമ്പേ അത് പോക്കറ്റിലായി. വലിച്ചെറിഞ്ഞത് കൊണ്ടും ഫലമില്ല. ആരുടെ പിടിച്ചോണ്ട് പോയി കള്ളു കുടിക്കത്തോ. ആ സഹോദരൻ പറഞ്ഞ് മൂക്കം പാമ്പ് പോക്കറ്റിൽ കിടക്കുന്നു. എക്കുരുടെ കാശല്ലേ. കൊടത്ത് വന്നിറങ്ങി. എന്തു ചെയ്യും നടന്നു പോകുമ്പോൾ മീറ്റ് മാർക്കറ്റ് ആ മട്ടൺ കഴിച്ചേക്കാം. നല്ല മട്ടൺ. ഇതിന് മുഴുവനും മട്ടൺ മേടിച്ചു. ഒരു വാഴ്ചക്കൂടിൽ മട്ടൺ പിടിച്ചു പോകാം. അപ്പം പിന്നെ അദ്ദേഹം പറഞ്ഞത് പോക്കറ്റിൽ കിടന്നു. ഇപ്പം പ്ലാസ്റ്റിക് കൂടിൽ കയ്യിലായൊരു സമാധാനം ഉണ്ടായി. വീട്ടിൽ ചെന്നു. നല്ല ഒന്നാമതരം മട്ടൺ കറി വെച്ചു. മട്ടൺ ഉള്ളത് കൊണ്ട് പിന്നെ വേറെ കറികളൊന്നും വേണ്ടാന്ന് വാരി തീരുമാനിച്ചു. എല്ലാവരും കുളി കഴിഞ്ഞു, കുടുംബ പ്രാർത്ഥന കഴിഞ്ഞു. ഭക്ഷണം കഴിക്കാൻ പാടില്ല. മേശപ്പുറത്തെല്ലാം കൊണ്ടുവച്ചു. നല്ല ആവി പറക്കുന്ന മട്ടൺ കഴിക്കും. കുട്ടികൾക്ക് ഭയങ്കര ഉത്സാഹമായി. പക്ഷേ ഭക്ഷണം കഴിക്കാൻ വന്നിരുന്നപ്പോൾ ശ്രദ്ധിക്കണേ, ഇദ്ദേഹം സ്തോത്രം ചെയ്യുന്നു. എടി നീ എൻ്റെ സ്തോത്രം ചെയ്യടി എന്ന് പറഞ്ഞു ഭാഗ്യമുള്ള. ആഴ്ചയിൽ ഒരിക്കലും ഇങ്ങോട്ട് വെച്ചാൽ വന്നേച്ച് ഞാനാണോ സ്തോത്രം ചെയ്യുന്നത്? ഉന്നയിച്ചത് കഴിഞ്ഞേച്ച് മോനോട് മോനെ നീ എങ്ങനെ സ്തോത്രം ചെയ്യാം? കൊച്ചിൻ്റെ തപ്പ്. അയ്യോ അച്ഛൻ സ്തോത്രം ചെയ്യും. പെട്ടെന്ന് വിളിക്കാരുടെ കണ്ണുകൾ നിറഞ്ഞു. എന്തു പറ്റി? നെഞ്ചുണ്ടോ? എന്തു പറ്റി? അവർ പെട്ടെന്ന് പറയുന്നു. വളരെ ഒരിടായപ്പോ പറഞ്ഞു, ഇല്ല ഇതാ കാര്യമെന്ന് പറഞ്ഞു. നിങ്ങളുടെ കൂടെ വരണേ. ഇതാ കാര്യമെന്ന് പറഞ്ഞപ്പോൾ അവർ തീരുമാനിച്ചു നമുക്കിത് വേണ്ട. കാര്യമെന്താ? ഇതിനെ ഓർത്ത് ഹൃദയം തുറന്ന് സ്തോത്രം പറയാൻ കഴിയില്ല. മട്ടൺ ആ വസ്തുവിന് കുഴപ്പമൊന്നുമില്ല. കുളമ്പ് വിളർന്നതാണ്, അയവറക്കുന്നതാണ്. എന്താ നിങ്ങൾ ഇവിടെ പറയുമല്ലോ, ഹലാൽ ഹലാൽ പക്ക പ്യൂർ. പക്ഷെ ഇതിന്റെ മേൽ എന്ത് ചെയ്യാൻ ഒക്കുന്നില്ല? സ്തോത്രം പറയാൻ ഒക്കെയില്ല. അപ്പോൾ കൂടുതൽ സ്ട്രിക്റ്റ് ആകുമായിരുന്നോ ലൂസ് ആകുമായിരുന്നോ? എന്താ പറയുന്നു? സ്ട്രിക്റ്റ് ആകുക. വസ്തു മാത്രമല്ല, വസ്തുവിന്റെ അവസ്ഥയും പ്രധാനമാണ്. ഞാൻ ഉദാഹരണം പറഞ്ഞ് നിങ്ങളുടെ മുഖപുര ഭാഗങ്ങളിൽ ഞാൻ നിങ്ങളുടെ മനസ്സൊന്ന് ഒരുക്കാൻ കാര്യങ്ങൾ പറഞ്ഞു വരികയാണ്. നിങ്ങളുടെ കൂടെ വരണേ. അപ്പോൾ പഴയ നിയമത്തിൽ ഡീറ്റെയിൽ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. വസ്ത്രധാരണത്തെക്കുറിച്ചുണ്ട്. ആട്ടുരോമവും ചണവും കളർ വസ്ത്രം ധരിക്കരുത്. ഇങ്ങനെയുണ്ട്. പുരുഷന്റെ വസ്ത്രം സ്ത്രീയുടെ വസ്ത്രം പുരുഷനും ധരിക്കരുത്. എല്ലാം ഉണ്ട്. പച്ച കുത്തരുത്. അതുകൊണ്ട് എല്ലാം ഉണ്ട്. പുതിയ നിയമത്തിൽ വന്നപ്പോൾ ഇങ്ങനെ ഒന്നുമില്ലെന്ന് പറഞ്ഞ് ശ്രദ്ധിക്കണേ. ഒന്നുമില്ല എന്ന് പറഞ്ഞ് കൈ കഴുകാൻ വരട്ടെ. ഇതാണ് പുതിയ നിയമത്തിന്റെ പ്രമാണം. സ്തോത്രത്തോടെ അനുഭവിക്കുന്നുവെങ്കിൽ ഒന്നും വർജിക്കട്ടെ. ഇനി ഒരു വാക്യം വായിച്ചാൽ ഞാൻ അല്പം കാര്യം മുമ്പ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. തെസ്സലോനിക്കർക്ക് 1 ലേഖനം 2 അധ്യായം 11 വാക്യം. തെസ്സലോനിക്കർക്ക് 1 ലേഖനം 2 അധ്യായം 11 വാക്യം. മതിയല്ലോ.
അപ്പം നമ്മുടെ പ്രാക്ടിക്കൽ നടപ്പ്, the walk of our life, how should it be? It should be worthy of God. And who is this God? This God has called us for His kingdom and for His glory. നിങ്ങൾക്ക് ഇവിടെ വരണേ, അല്പം ഞാൻ വിശദീകരിച്ചില്ല. എന്നിട്ട് പിന്നെ പിന്നെ കൂടുതൽ പ്രാക്ടിക്കൽ തലങ്ങളിലേക്ക് പോകാൻ ആഗ്രഹമുണ്ട്. കൂടെ വരണം. തൻ്റെ രാജ്യത്തിനും തൻ്റെ മഹത്വത്തിനും നമ്മൾ സ്വർഗത്തിൽ ചെന്ന് എന്നാ ചെയ്യാൻ പോവാണെന്നാണ് നിങ്ങളുടെ വിചാരം? What do you think shall we be doing in heaven? What do you think? കുറെ പേരൊക്കെ ചിന്തിക്കുന്നത് അവിടെ ചെന്ന് പാട്ടും പാടി 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 ഇരിക്കുകയാണ്. എൻ്റെ ഒരു കൂട്ടുകാരുണ്ടല്ലോ, ഇടതുമായി നാമൊക്കെ കൂടും, ഞാൻ വരുന്നില്ല. ഞാൻ എൻ്റെ ഒരു താനങ്ങനെ പാടുന്നത് ഇവിടെ ആണെങ്കിൽ തോണ്ട എണ്ണപ്പെടുമ്പോൾ നിങ്ങളൊന്ന് നിർത്തും. ഒരു വെറൈറ്റി ഇല്ല. വെള്ളം ഇട്ടാൽ പാടി 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 വിശപ്പും ഇല്ല, ദാഹവും ഇല്ല, ക്ഷീണവും ഇല്ല. വിശക്കണം, വിശന്നിട്ട് വല്ലതും ഒന്ന് കഴിക്കണം, ദാഹിച്ച് വല്ലതും കാര്യമായിട്ട് കുടിക്കണം. അല്ലെ പിന്നെ എൻ്റെ ജീവിതം. പല ആളുകളുടെ ചിന്ത ഇതാണ്. അങ്ങനല്ല. നമ്മൾ നിത്യത്തിൽ ആരായിരിക്കും എന്നുള്ളതിന് വേദപുസ്തകത്തിൽ ഒരു വാക്കിലൊന്നും ഉത്തരം തന്നിട്ട് ഒത്തിരി കാര്യങ്ങൾ ആ ഒരു വാക്കിൽ ആ ഉത്തരം ഒതുങ്ങും. ആ വാക്ക് റോമാലേഖനം 8-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയും. റോമാലേഖനം 8-ാമത്തെ അധ്യായം നിർത്താട്ടെ. 8-ാമത്തെ അധ്യായം 17-ാമത്തെ വാക്യം വായിച്ചേ. കണ്ടോ, നമ്മള് നിത്യത്തിൽ ആരാകാൻ പോകുന്നു, എന്ത് പ്രാപിക്കാൻ പോകുന്നു? നമ്മൾ ക്രിസ്തുയേശുവിന് കൂട്ടവകാശികളാകാൻ പോകുന്നത്. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അവിടെ ചെന്ന് സ്വർഗത്തിൽ ചെന്ന് പാട്ടും പാടി ചില പറയുന്നത് പെരുവെള്ളത്തിൻ്റെ തിരിച്ചൊരു പോലെ തകർത്ത എഴുതി. ഞാനൊരു സഭയിൽ പ്രശ്നത്തിൽ ഇടപെടേണ്ടി വന്നായിരുന്നു. ഓർക്കുന്നു, ഒരച്ഛന് ഓപ്പൺ ഹാർട്ട് സർജറി കഴിഞ്ഞു. ആ സഭയിൽ അവരിൽ പുതിയ ഡ്രം സെറ്റ് ഒന്ന് മേടിച്ച പിള്ളേരെങ്ങനെ അടിച്ച് മൂളിക്കുക. അപ്പോൾ ഈ അച്ഛൻ ഈ ഓപ്പൺ ഹാർട്ട് സർജറി കഴിഞ്ഞവർക്ക് ഇത് ഭയങ്കര പ്രോബ്ലം എന്നാണ് പറഞ്ഞത്. കുഞ്ഞുമക്കളെ എല്ലാം മൂടിയിടാ, ഒന്നും കുറയ്ക്കുക. ഒരു പാസ്വേഡ് പറഞ്ഞിട്ട് പിള്ളേർ കേൾക്കുന്നില്ല. പിന്നെ ആ അച്ഛൻ ഈ പാട്ടിൻ്റെ സമയത്ത് അങ്ങോട്ട് ഇറങ്ങിപ്പോകും, അല്ലെങ്കിൽ വലിയാണ് പിന്നെ കയറി. അത് കഴിഞ്ഞ് രണ്ടാമത് വേറൊരു അച്ഛനും കൂടെ ഓരോ ഓപ്പൺ ഹാർട്ട് സർജറി ആവശ്യം. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ പോയി. ഈ അടി വലിയ ഭയങ്കര പ്രശ്നം. അവർ പറഞ്ഞു പ്ലീസ്. ഇവിടെ ഇരുന്ന് കമ്മിറ്റി ചർച്ചയ്ക്ക് വന്നു. കമ്മിറ്റി ചർച്ചയ്ക്ക് വന്നപ്പോൾ ചെറുപ്പക്കാരാണ് ഡോമിനൻസ്. ആര് പറഞ്ഞു അതൊന്നും വേണ്ട, അങ്ങനെയാണെങ്കിൽ അന്നേരം അത് പറഞ്ഞപ്പോൾ പോട്ടെ. അത് കഴിഞ്ഞ് പിന്നെ അവർ വന്ന് കയറി ഇരുന്നാൽ മതി എന്ന് തീരുമാനിച്ചു. അതിൻ്റെ കൂടെ ഒരു ചെറുപ്പക്കാരനാണ് പിറ്റേയാഴ്ച ഒരു പ്രബോധനം, ഇവിടെ 2 ഹൃദ്രോഗികൾ നിമിത്തം ആരാധന ഓക്കുകയില്ല എന്നൊരു പ്രസ്താവന എന്ന് പറഞ്ഞിട്ട് പതുക്കെ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ പെരുവെള്ളത്തിൻ്റെ തകർത്ത ഇടിമഴ, വലിയ ജനക്കൂട്ടത്തിൻ്റെ ആർത്തോ പോലെ. അതിനിവിടെ പ്രാക്ടീസ് ചെയ്തോണം. പ്രാക്ടിക്കൽ ക്രിസ്ത്യൻ ലൈഫ് അതിന് പ്രാക്ടീസ് ചെയ്യുന്നതായിട്ട് ഇവർ വെച്ചേക്കായിരിക്കും. എനിക്ക് ഇപ്പം എല്ലാവരും അത് വിശ്വസിക്കുന്നതായിരിക്കും തോന്നുന്നില്ല. ഇവരിപ്പോൾ ഏതെങ്കിലും ഓരോ ഓർഗനെ കൊടുക്കും. ഇതൊന്നും വല്ല സാധാരണ 2 കപ്പിൾ ചെയ്ത് വെച്ച് റിതം പാടും എന്ന് വേണ്ട എന്നപ്പനെ ഉള്ളതാ ഒഴിച്ചതാ. ആള് മീൻസ് നല്ല പശ്ചാത്തല സംഗീതത്തോടുകൂടെ പാടുന്നത് എനിക്കിഷ്ടമാണ്. ഐ അപ്രീഷിയേറ്റ് ദാറ്റ്. പക്ഷേ നമ്മളിപ്പം വന്നിട്ട് പശ്ചാത്തലമൊന്നുമല്ല ഓർഗനുമൊക്കെ, അതാ മുമ്പിൽ, പാട്ട് പിമ്പിലാണ്. ബൈബിളിലേക്ക് പറഞ്ഞാൽ എന്തുവാന്ന് അറിയാമല്ലോ, സംഗീതക്കാർ മുമ്പിൽ നടന്നു, വീണക്കാർ പിമ്പിൽ നടന്നു. നിങ്ങൾ ഓർമ്മ പറയുക പാടി ഇതിപ്പോൾ പണ്ടേ കുഴപ്പമില്ല.
ഇതിപ്പോൾ നമ്മുടെ എല്ലാ സമൂഹങ്ങളിലും അതൊന്നും മാറി അടിച്ച് പൊളി പരിപാടി. എന്നാൽ അവർ പറയുന്ന എക്സ്പ്ലനേഷൻ ഇതാണ്. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ പെരുമളത്തിന് എടുത്തിട്ട് പോലെ അവൻ്റെ കൂടെ പ്രാക്ടീസ് ചെയ്യാം. സൗരങ്ങളെ അതല്ല. ഇപ്പം സ്വർഗത്തിൽ അതല്ലേ പറഞ്ഞു വന്നില്ലോ, വിഷയപ്പെട്ട് പോകുമ്പോൾ ഭയപ്പെടുന്നു. മണി വന്നോട്ടെ. സ്വർഗത്തിൽ നമുക്കുള്ള പദവി ക്രിസ്തയേശുവിൽ കൂട്ടവകാശികളാണ് എന്ന് പറഞ്ഞ എന്താ? യേശു ക്രിസ്തുവിന് നിത്യതയിലുള്ള സകല പദവികളിലും നമുക്കൊരു പങ്കാണ്. അതെന്താന്ന് ചെന്ന് കണ്ടാൽ മതി, അല്ല ഒന്നും പറയാനൊക്കെ. സ്തോത്രം. കൂട്ടവകാശം എന്ന് പറയുന്നത് ഒരു പ്രത്യേക നിയമപദമാണ് ഗ്രീക്കിൽ. ആ നിയമപദത്തിന് തത്തുല്യമായ ഒരു വിശദീകരണം പറയാം. ഒരു ഉദാഹരണം പറഞ്ഞ് മനസ്സിലാക്കാം. നമുക്കിപ്പോൾ ഈ ജോയിന്റ് അക്കൗണ്ട് എന്ന് പറയുമല്ലോ. ജോയിന്റ് അക്കൗണ്ടായി എനിക്കും ഈ ഫാസ്റ്റർക്ക് കൂടി ജോയിന്റ് അക്കൗണ്ടായി 1,00,000 രൂപ ഫിക്സഡ് ഡിപ്പോസിറ്റ് ഉണ്ട്. ഞങ്ങൾ വലിയ ലോഹിൽ കൂടി രണ്ടുപേരും EORS എന്നൊക്കെ എഴുതി ഐതർ സർവൈവറൊക്കെ എഴുതി ഞങ്ങൾ ജോയിന്റ് അക്കൗണ്ട് ഇട്ടിരിക്കുക. ഞങ്ങളുടെ സുഹൃത്താണ് ബാങ്ക് മാനേജർ. ആ രസീത് എൻ്റെ കയ്യിലുണ്ട്. ഇതിനിടയിൽ ഒരു വർഷത്തേക്ക് കിട്ടുന്ന ഇതിനിടയിൽ ഞങ്ങൾ വിളിച്ച പ്രശ്നമുണ്ടായി. ഞങ്ങൾ പിന്നെ നോട്ട് ഓൺ ടോക്കിംഗ് ടൈംസ്, പരസ്പരം ഉദാഹരണം കേട്ടോ. രസീത് എൻ്റെ കയ്യിലുണ്ട്. മാനേജർക്ക് എന്നെ അറിയാം. ഞാൻ കൊണ്ട് കൊടുത്തിട്ടേ ഒരു മനുഷ്യ സ്നേഹിത, നിങ്ങൾക്കറിയാതെ ഞങ്ങൾ അറിയാം. അതിൻ്റെ മെച്ചുറായ ഒരു കാര്യം ചെയ്തു. നേർ പകുതി എനിക്ക് തന്നേര്, ഞാൻ ഒപ്പിട്ടേക്കാം. ഞാൻ ഒപ്പിട്ടാൽ അതിൻ്റെ നേർ പകുതി ഇങ്ങനെ തരരുതോ? ന്യായം പോകും. അത് പറയും, സോറി, ഇത് ജോയിന്റ് അക്കൗണ്ട് ആണെങ്കിൽ അത് നടക്കുകയില്ല. പകുതി നിങ്ങളിത് പകുതി മറ്റേ ആളുടെ എന്ന് പറഞ്ഞ് മാറ്റാൻ പറ്റുന്നതല്ലത്. അതിലെ ഓരോ പൈസയും രണ്ടുപേരുടെയും കൂടെ. നിയമം അങ്ങനെയാണ്. ഓരോ പൈസയും രണ്ടുപേരുടെയും കൂടെ. പിരിയാൻ മേലാത്തൊരു ബന്ധമാണ്. കൂടെ ഉണ്ടേ നാം ക്രിസ്തയേശുവിൽ കൂട്ടവകാശികളാകുമെന്ന് പറഞ്ഞാൽ കർത്താവിനുള്ള സകല പദവികളിലും ഒരു ഓഹരിയാണ്. അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങണം. എല്ലാവരും ഇവിടെ കൂടെ ഉണ്ടേ. ഒരുക്കത്തിന്റെ പൂർണ്ണത ഇവിടെ വെച്ചുണ്ടാകില്ല. ആ ഒരുക്കത്തിന് വേണ്ടിയുള്ള സമർപ്പണമെങ്കിലും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി നോക്കുള്ളൂ. അപ്പം നമ്മുടെ നടപ്പ് പ്രായോഗിക ക്രിസ്ത്യൻ ജീവിതത്തിൽ നമ്മുടെ ആ ആറ്റിറ്റ്യൂഡ് എങ്ങനെയായിരിക്കുന്നത് വായിച്ച വാക്യം കണ്ടല്ലോ. അവരെ രാജ്യത്തിനും മഹത്വത്തിനും നമ്മെ വിളിച്ചിരിക്കുന്നവരെ യോഗ്യമായിട്ട് വേണം. സ്തോത്രം. ഒരു വാക്യം കൊണ്ട് വായിച്ചത്. അപ്പം കർത്താവുമായിട്ട് നമ്മുടെ കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ പിരിയാൻ മേലാത്തൊരു ബന്ധമായിരിക്കും എന്നാണ്. സ്തോത്രം. ആമോസിന്റെ പ്രവചനം അതിന്റെ 3-ാമത്തെ അധ്യായത്തിലെത്തി. ആമോസിന്റെ പ്രവചനം 3-ാമത്തെ അധ്യായം അതിന് 2-ാമത്തെ വാക്യം വായിച്ച് 3-ാം വാക്യം സോറി കേട്ടോ. 2 പേർ തമ്മിൽ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച്. എന്തിനാ വാക്യം വായിപ്പിച്ചെന്ന് പറയാം. ഈ സഹയാത്രികരാകനെ പോലും മനപ്പൊരുത്തം വേണം. ശരിയല്ലേ? സഹയാത്രികരാകനെ പോലും മനപ്പൊരുത്തം വേണം. ഞങ്ങളൊരിക്കൽ 80-81 ഡൽഹിയിൽ നാട്ടോട് യാത്രയിൽ വരിക. യാത്രയിൽ വരുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ബർത്തിൽ ഇരിക്കുന്നയാൾ ഒരു രാഷ്ട്രീയക്കാരനാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി അവിടെ ഇരിക്കുന്ന വേറൊരാളും എതിർ പാർട്ടിയിലെ ഒരു രാഷ്ട്രീയക്കാരനാണ്. ഈ യാത്രയിൽ വരുമ്പോൾ വർത്തമാനം പറഞ്ഞ് ഇവർ പരസ്പരം പരിചയപ്പെട്ടു. പതിയെ രാഷ്ട്രീയത്തിലോട്ട് കടന്നു. രാഷ്ട്രീയം പറഞ്ഞങ്ങ് അത് പേശകി. ഒരു പോയിന്റിൽ എന്നാടാന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ കൈ നോക്കുന്നു. അതുപോലെ കൈ വെക്കുന്നതിൻ്റെ ബക്കറ്റ് ഞങ്ങൾ പെട്ടെന്ന് ഇടയ്ക്ക് കയറി ഒരു പരുവത്തിൽ കൈവെക്കാതെ രക്ഷപ്പെടുത്തി. ഞങ്ങൾ വെറുതെ ശബ്ദം ഉണ്ടാക്കാൻ നോക്കിയില്ല. ഞങ്ങളും
ബുക്ക് ചെയ്ത് പോകുന്നവരാ. അത് കഴിഞ്ഞപ്പം ഒരുത്തൻ പടിഞ്ഞാറ് ജില്ലക്കൂടി പടിഞ്ഞാറോട്ട് നോക്കിയിരിക്കാം, മറ്റോ കിഴക്കതിലൂടെ കിഴക്കോട്ട് നോക്കിയിരിക്കാം. ഈ പെടലി കഴിച്ചിട്ട് അങ്ങോട്ട് ഇവിടെ തിരിയുമ്പോൾ പല്ലുരുമ്പോൾ അക്കാലങ്ങളിൽ ഈ ഭൂലം ദേവിയുടെ ഒക്കെ പ്രശ്നമുള്ള കാലമാണ്. രാത്രിയിലെങ്ങാനും പല കള്ളന്മാരും വരുമ്പം മറ്റോ തുറന്നു കൊടുത്തെങ്കിൽ ഇങ്ങോട്ടുള്ള വൈരാഗ്യത്തില. അന്ന് ഈ വെസ്റ്റിബ്യൂളില്ല. വെസ്റ്റിബ്യൂൾ എന്ന് പറഞ്ഞാൽ ഒരു കമ്പാർട്ട്മെൻറ്റ് അടുത്ത കമ്പാർട്ട്മെൻറ്റിൽ പോകുന്ന നടുക്കോട്ടുള്ള വാതിലുണ്ടല്ലോ, വഴിയുണ്ടല്ലോ, അതില്ല. വെസ്റ്റിബ്യൂളില്ല ട്രെയിന്. പിന്നെ ട്രെയിൻ ഒരു സ്ഥലത്ത് നിർത്തിയപ്പോൾ ഞങ്ങൾ ചെന്ന് TTR വിളിച്ചോണ്ട് വന്ന് അടുത്തൊരു കമ്പാർട്ട്മെൻറ്റിൽ ഒരാൾ ഇങ്ങോട്ടും ഇവിടുന്ന് ഒരാളെ അങ്ങോട്ടും പോയി കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരാൾ ഞാൻ പോകണം രണ്ടുപേരും തിരക്കൂട് ഒരാൾ എൻ്റെ കൊച്ചൊരു പെട്ടി ഉണ്ട്, അത് മേടിച്ചോണ്ട് അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ മറ്റൊരാൾ അവൻ്റെ പെട്ടി ഒന്ന് ഒതുക്കി വെച്ചാൽ ഇങ്ങനെ ദീർഘശ്വാസം എടുക്കുന്നുണ്ട്. കാര്യം അത്രയും അവൻ അസ്വസ്ഥനാണ്. മനപ്പൊരുത്തമില്ലെങ്കിൽ ഒരുമിച്ച് യാത്ര ചെയ്യാൻ അങ്ങനെയാണെങ്കിൽ നിത്യത മുഴുവൻ ഒരുമിച്ച് കൂട്ടവകാശികളായി ഇരിക്കണമെങ്കിൽ അപ്രകൃതത്തിലെ ഏകീഭാവം ഉണ്ടാകണം. ഞാൻ ഈ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അപ്രകൃതത്തിൽ എന്തോ ഉണ്ടാകണം? ഏകീഭാവം ഉണ്ടാകണം. പത്രോസിന്റെ ലേഖനം എടുത്ത് പത്രോസ് എഴുതിയ രണ്ടാമത്തെ ലേഖനം 1-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്. കേട്ടോ, ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളി. കർത്താവിന്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായെങ്കിൽ മാത്രമേ അവരോടുകൂടെ കൂട്ടാവകാശം നൽകുള്ളൂ. നമ്മുടെ പ്രായോഗിക ക്രിസ്തീയ ജീവിതം മുഴുവൻ ആ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളാകുന്നതിനുള്ള സ്തോത്രം ഒരു വഴിയായിരിക്കണം. ഞാൻ ഈ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ആ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി അവരോടുള്ള കൂട്ടവകാശികളാകണം. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ദൈവത്തെ ഉപയോഗിച്ച് എൻ്റെ കാര്യം സാധിക്കണമെന്ന മട്ടിൽ സ്വാർത്ഥതയോടുകൂടെ മുമ്പോട്ട് ജീവിക്കുന്ന ഒരു വ്യക്തി, അവൻ എത്ര അന്യഭാഷ പറഞ്ഞു നിന്നാലും വരുമാനത്തിൻ്റെ 25% കർത്താവിൻ്റെ കൊടുക്കുന്നെന്ന് പറഞ്ഞാലും മുടങ്ങാതെ ആഴ്ചകളിൽ സുപോസിക്കുന്നെന്ന് പറഞ്ഞാലും നിത്യജീവിതത്തിൽ കണക്കില്ല. നിത്യജീവിതത്തിൽ കണക്കില്ല. പ്രായോഗിക ക്രിസ്ത്യൻ ജീവിതം വളരെ പ്രധാനമാണ്. ഞാനീ പറയുന്നതൊക്കെ സത്യമായ കാര്യം നിങ്ങൾ വിഷയം ചോദിക്കാം. ഈ പുസ്തകത്തിൽ ഞാൻ കാണിച്ചു തരാം. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, കർത്താവിന്റെ ദിവ്യ സ്വഭാവത്തോട് ഏകീഭവിക്കുവാൻ എന്തൊക്കെ നമുക്ക് ആവശ്യമുണ്ടോ അത് മുഴുവൻ ദൈവം നമുക്ക് ഒരുക്കി തന്നുകൊണ്ട് ഏറ്റവും പ്രധാനമായിട്ടുള്ള പരിശുദ്ധാത്മാവിനെയാണ്. അപ്പോൾ നമ്മുടെ പ്രായോഗിക ക്രിസ്തീയ ജീവിതം, ആ ക്രിസ്തീയ ജീവിതത്തിൽ ക്രിസ്ത്യാനിരൂപതയാണ് നാം പ്രാപിക്കേണ്ടത്. ചുരുക്കി പറയുന്നത് മനസ്സിലാക്കി വിശ്വസിക്കട്ടെ. See, what is the ultimate aim of our practical Christian life? Practical life. ക്രിസ്ത്യാനിരൂപരാകുക. ആ വാക്കറിയാവുന്നത് ക്രിസ്തുവിനോട് അനുരൂപരാകുക. ക്രിസ്തുവിനോട് അനുരൂപരാകുവാനുള്ള സ്തോത്രം, നമ്മളുടെ ആത്മാർത്ഥമായ സമർപ്പണമാണ് നമ്മുടെ പ്രായോഗിക ക്രിസ്ത്യൻ ജീവിതത്തിൽ വെളിപ്പെടുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നിത്യത്തിൽ നമ്മൾ ഓഹരിക്കാറുള്ളൂ. അല്ലെങ്കിൽ ഒന്നും കേട്ടേ പറയാം. ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഒരു കൂട്ടുകാരുണ്ട്, അവനെന്നെ ഒത്തിരി കാര്യങ്ങളിൽ ചിന്തിപ്പിച്ചിട്ടുള്ളതാണ്. സുവിശേഷത്തിലേക്ക് പോകാനായിട്ട് എന്നെ ഏറ്റവും കൂടുതൽ പ്രേരിപ്പിച്ചിട്ടുള്ളതോ അവൻ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ. ഞാനല്ല, അവൻ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ. അവൻ എന്നോട് പറയായിരുന്നു, വീടൂ
താൻ ഈ പരുവത്തിൽ സ്വർഗത്തിൽ പോയാൽ താൻ അടുത്ത ലൂസിഫറാവും. അതുകൊണ്ട് താൻ പോകണ്ട. താൻ എന്തായാലും എങ്ങനെ പറയുന്നത്? ഞങ്ങൾ ഒത്തിരി ഇൻറ്റിമേറ്റാണ്. ഞാൻ എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുമ്പോൾ ഞങ്ങൾ 2 ബോയ്സ് ക്ലാസ്സിലുള്ള 13 പെൺപിള്ളേരും 2 ആൺപിള്ളേരും. അപ്പം ഞങ്ങൾ തൊട്ടടുത്തടുത്ത് താമസിച്ച് എപ്പോഴും ഒന്നിച്ച് നടക്കുന്നവരാ. അത്രയും ഇൻറ്റിമേറ്റാണ്. നമ്മൾ അവൻ രക്ഷിക്കപ്പെടാനുള്ള വലിയ ആഗ്രഹമുള്ളത്. എപ്പോഴും ഞങ്ങൾ സുവിശേഷം പറയും. എന്തു വന്നാലും കർത്താവിനെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ നിർത്തിയാൽ അവനൊരു അവസാനം അവനൊരു ഒബ്സസ്ഡായി. അന്നേരം അവന് ഒരു ദിവസം പറയുകയാണ്, താൻ പോയാൽ താൻ അടുത്ത ലൂസിഫറായി. എന്നിട്ട് അവൻ വിശീലനം പറഞ്ഞു, തൻ്റെ ഇപ്പോഴത്തെ സ്വഭാവത്തിൽ താൻ പിടിച്ച മോയിൻ്റെ പോകണ്ടെന്ന് സാധിക്കും. ഇതല്ലേ തൻ്റെ സ്വഭാവം. അവിടെ ചെല്ലുമ്പോൾ താൻ ദൈവത്തെ പഠിപ്പിക്കാനിരിക്കും. ഉയരണം വരണം എന്നുള്ള ഞാൻ ആഗ്രഹം വന്നു കഴിഞ്ഞാൽ അടുത്ത ലൂസിഫറിൻ്റെ ചിന്തയാവല്ലേ. അപ്പോൾ നീ അടുത്ത ഇപ്പം നമുക്ക് നീ ഒരു കാര്യം ആ ലക്ഷ്യമൊക്കെ അങ്ങനെ കാണാം. നമുക്ക് ഇച്ചിരി വെള്ളമൊക്കെ അടിച്ച് വല്ലപ്പോഴും ഒന്ന് വിരിയും സിനിമയൊക്കെ നമ്മൾ ഇച്ചിരി മനനാട്ടിലെ ഹീറോയും കൂടി നമുക്കങ്ങ് നടന്ന സുഖമായിട്ട് ഇവിടെ അങ്ങ് എൻജോയ് ചെയ്ത് ജീവിച്ചു. നമുക്ക് 2 പേർക്കും കൂടെ ആ നരകത്തിലെ മേളിലേക്കാണ് പോയി നടന്നാൽ മതി. നീ ഇതൊക്കെ ലൂസിഫറായതിനോടൊക്കെ ഏറ്റവും അടിയിലോട്ട് തള്ളിക്കളയും. അതെന്നെ വളരെ ചിന്തിപ്പിച്ചു. നിങ്ങളൊന്ന് ചിന്തിക്കാനായിരുന്നു പറഞ്ഞത്. ഈ മാറ്റം വരാതെ, പഴയതിന് മരിക്കാതെ, എൻ്റെ ഉയർച്ചയല്ല കർത്താവേ, എനിക്ക് വേണ്ടി ദൈവം എന്ന ചിന്ത മാറാതെ, ദൈവത്തിന് വേണ്ടി ഞാൻ എന്നുള്ള സമർപ്പണം വരാതെ, ആ ക്രിസ്താനുരൂപതയ്ക്കായുള്ള ഏൽപ്പിച്ചു കൊടുക്കലില്ലാതെ നമ്മളെ ആരെങ്കിലും സ്വർഗത്തിൽ കൊണ്ടുപോയാൽ നാം നിത്യജീവനിൽ കർത്താവിനോട് നിത്യമായി നിലനിൽക്കുവാൻ കഴിയാതെ പോകും. എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടോ? ചില പാട്ടൊക്കെ പാടുമ്പോൾ എനിക്ക് വെറുതെ ക്രിസ്തീയ സന്ദേശത്തിൻ്റെ അന്തസത്ത് ഉൾക്കൊള്ളാത്ത പാട്ടുകളാണല്ലോ. ഉയർത്തില്ലെന്ന് ശത്രുഗണം വാദിക്കുമ്പോൾ തകർക്കുമെന്ന് ഭീതി മുഴക്കുന്നു. നിങ്ങൾ പാടി അറിയാമല്ലേ? പിന്നെ വേറെ എന്നാ പാടിയ. അപ്പൊ എന്തോ ആഗ്രഹം, എപ്പോഴും ആഗ്രഹം ഉയരണം, നേടണം, വെട്ടിപ്പിടിക്കണം, കേമനാകണം. അതിന് ദൈവത്തെ ഉപയോഗിക്കണം. അപ്പൊ ഉയരന്റെ ദൈവന്റെ ഉയർച്ചയൊക്കെ എടുത്തു. ദൈവം തരുന്ന ഉയർച്ചയൊക്കെ എടുത്തു. ഉയർച്ചയ്ക്ക് വേണ്ടി ഉള്ള ത്വര എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഇന്നർ ഏർജ്, അതിലേക്ക് നമ്മൾ വീഴരുത്. കാരണം ഇവിടെ എത്ര കേമനായാലും വെറും താൽക്കാലികമാണ്. ഉയരണം, വലുതാകണം എന്നുള്ള ആ ചിന്തയെ മാറ്റിയാക്കണം. എന്റെ ദൈവം തരാത്ത ഒരു നന്മയും എനിക്ക് വേണ്ട. എന്റെ നിത്യജീവന് വേണ്ടി സഹായകരമാകാത്ത ഒരു ഉയർച്ചയും എനിക്ക് വേണ്ട. അങ്ങനെ പറയാനുള്ള ഒരു സമർപ്പണം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. എല്ലാവരും ഒക്കെ എൻ്റെ കൂടെ ഉണ്ടേ സഹോദരങ്ങളെ? അതുകൊണ്ടാണ് ക്രിസ്താനുരൂപത നമ്മുടെ പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തിൽ ഇതായിരിക്കണം നമ്മളെ ഗൈഡ് ചെയ്യേണ്ട മോട്ടിവേറ്റിംഗ് ഫോഴ്സ്. വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കും. ഈ അനുഭവം നമ്മളിൽ ഉണ്ടാകുവാൻ സ്തോത്രം ആവശ്യമുള്ള ഇൻസ്ട്രക്ഷൻസ് ഇവിടെ ഉണ്ട്. ആവശ്യമുള്ള എല്ലാ മീൻസ് ഇതിനകത്തുണ്ട്. കർത്താവ് ഒരുക്കിയിട്ടുണ്ടോ? നമുക്ക് ചിന്തിക്കാം. കർത്താവ് എനിക്കറിയാം. സ്തോത്രം. അതിൽ പുതിയ നിയമത്തിൽ പഴയ നിയമത്തിലെ പോലെ ലിസ്റ്റ് ഇല്ലെങ്കിലും പുതിയ നിയമത്തിൽ നമ്മളുടെ എല്ലാ ഇൻസ്ട്രക്ഷൻസും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ആദ്യ പാഠമാണ് ഗിരിപ്രഭാഷം. പ്രാക്ടിക്കൽ ക്രിസ്ത്യൻ ലൈഫിന്റെ ആദ്യ പാഠം, ദ ബേസിക് ലെസൺസ് ഫോർ പ്രാക്ടിക്കൽ ക്രിസ്ത്യൻ ലൈഫ്, അതാണ് സെർമൺ ഓൺ ദ മൗണ്ട്. മത്തായി സുവിശേഷം 5, 6, 7 അധ്യായങ്ങൾ ശ്രദ്ധിക്കണേ. അതിൽ അത് തുടങ്ങുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഭാഗ്യവാൻ ഭാഗ്യവാൻ ഭാഗ്യവാൻ. ആരാ
ഭാഗ്യവാൻ? ആരാ ഭാഗ്യവാൻ? ഏറ്റവും വലിയ സമ്പന്നനോ അല്ല, ദരിദ്രൻ. ഏതിൽ ദരിദ്രൻ? ആത്മാവിൽ ദരിദ്രനായവൻ ഭാഗ്യവാൻ. ഉള്ളതൊന്നും പറയാം. ആത്മാവിൽ ദരിദ്രനായവർ എന്ന് പറഞ്ഞ എന്തൊരർത്ഥം? സുഹൃത്തുക്കളെ, നമ്മൾ ആത്മാവിൽ പാപരാണ്. നമ്മളെല്ലാം ആത്മാവിൽ പാപരാണ്. പക്ഷേ ആ പാപ്പരാണെന്നുള്ള തിരിച്ചറിവ് നമ്മളിൽ പലർക്കുമില്ല. ആ തിരിച്ചറിവുണ്ടാകണം നമുക്ക്. ചുരുക്കി പറഞ്ഞു പോവുക. ആത്മാവിൽ ഞാൻ ദരിദ്രനാണ് എന്ന് പറഞ്ഞാൽ ഞാൻ പാപിയാണ്, ഞാൻ പാപ്പരാണ്. കേട്ടി പറയാം. രണ്ട് പ്രത്യേക പ്രയോഗങ്ങൾ നമ്മുടെ മനസ്സിൽ വേണം. ഒന്ന് പാപബോധം, രണ്ട് കുറ്റബോധം. പാപബോധം, കുറ്റബോധം, ഇത് രണ്ടും രണ്ടാണ്. കുറ്റബോധം എന്ന് പറയുന്നത് ഓരോരോ പ്രവൃത്തിയെ സംബന്ധിക്കുന്നതാണ്. കുറ്റബോധം അരുതാത്ത ഒരു പ്രവൃത്തിയെ സംബന്ധിക്കുന്നതും അത് ചെയ്തു പോയല്ലോ എന്നുള്ള പശ്ചാത്താപവുമാണ് കുറ്റബോധം. എന്നാൽ പാപബോധം നമ്മുടെ അവസ്ഥയെക്കുറിച്ചുള്ള തിരിച്ചറിവാണ്. ശ്രദ്ധിക്കണേ, പാപബോധം നമ്മുടെ അവസ്ഥയെക്കുറിച്ചുള്ള തിരിച്ചറിവാണ്. ഈ പാപം എന്ന് പറയുന്നത് പ്രവൃത്തിയിൽ ഒതുങ്ങുന്നില്ല. പാപം എന്ന് പറയുന്നത് നമ്മളായിരിക്കുന്ന ഒരവസ്ഥയാണ്. അവസ്ഥയാണ്. ചില ആളുകൾ ചോദിക്കാറുണ്ട്, സൗരം സൃഷ്ടിച്ച ദൈവമല്ലയോ? സൗരം സൃഷ്ടിച്ച ദൈവമാണ്. അങ്ങനെ പിന്നെ പാപം സൃഷ്ടിച്ച ദൈവമല്ലയോ? അപ്പം അതിന് ഉത്തരവാദിത്വം ദൈവമല്ലേ എന്ന് ചോദിക്കാറുണ്ട്. ശ്രദ്ധിക്കണേ, പാപം ഒരു സൃഷ്ടിയെ അല്ല. ആരെങ്കിലും ചോദിച്ചാൽ പറഞ്ഞു കൊടുത്തോളാം. Sin is not a creation at all. അതൊരു സൃഷ്ടിയെ അല്ല. ഒരു സൃഷ്ടിക്കൊരു നിർവചനം പറഞ്ഞാൽ സ്വയമായ ഒരസ്തിത്വമുള്ള ഒന്നാണ് ഒരു സൃഷ്ടി. See, something which has an independent entity in itself. അതിൽ തന്നെ അതിനൊരു സ്വയമായ ഒരു നിലനിൽപ്പുണ്ട്, ഒരു അസ്തിത്വമുണ്ട്. അതാണ് ഒരു സൃഷ്ടി എന്ന് പറയുന്നത്. പാപത്തിന് അങ്ങനെ ഒരു നിലനിൽപ്പില്ല. ഒന്നുകൂടി വ്യക്തമാക്കാം. നമ്മുടെ ഒരു ഫാൻ ഓടുമ്പോൾ പെട്ടെന്ന് അതിനകത്ത് കിടക്കിടാന്ന് ശബ്ദം കിട്ടുന്ന സങ്കല്പിക്കാം. നമുക്ക് മനസ്സിലായി അതിൻ്റെ ബെയറിങ് കേടായി. ആ ശബ്ദമല്ല പ്രശ്നം, ഇളകിയ ബെയറിങ് പ്രശ്നം. നമ്മളിങ്ങനെ പറയും ഫാൻ കേടായി. ആ ഫാനിൽ നിന്ന് സ്വതന്ത്രമായി ആ കേടിന് നിലനിൽപ്പുണ്ടോ? ഇല്ല, നിലനിൽപ്പ്. ഇതുപോലെ ഒരു സൃഷ്ടിയിൽ നിന്ന് സ്വതന്ത്രമായി പാപത്തിന് നിലനിൽപ്പില്ല. ഒരു സൃഷ്ടിയിൽ നിന്ന് സ്വതന്ത്രമായി പാപത്തിന് ഒരു നിലനിൽപ്പ് ഇല്ല. അതൊരു സൃഷ്ടിയെ അല്ല. അപ്പോൾ ദൈവത്തിന്റെ സൃഷ്ടിയുടെ തകരാറിലായ അവസ്ഥയാണ് പാപം. ദൈവത്തിന്റെ സൃഷ്ടിയുടെ തകരാറിലായ അവസ്ഥയാണ്. അയ്യോ, എന്നെ ശ്രദ്ധിക്കണേ, അതാണ് പാപം. അപ്പോൾ നമ്മൾ പാപികളാണെന്ന് പറയുമ്പോൾ നമ്മൾ ഒത്തിരി തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് മാത്രമല്ല അതിൻ്റെ അർത്ഥം. നമ്മൾ പാപിയാണെന്ന് പറഞ്ഞാൽ ഒരു തെറ്റുപോലും ചെയ്തിട്ടില്ലെങ്കിലും തെറ്റിലേക്കാണ് എനിക്കൊരു പ്രവണത. My inclination is towards the unworthy. You are with me? My inclination is towards the unworthy, the ugly. അതാണ് ആ ഇന്റേണൽ ഇൻക്ലിനേഷൻ, അകത്തുണ്ടായിരിക്കുന്ന തകരാറാണ് പാപം എന്ന് പറയുന്നത്. രക്ഷിക്കപ്പെടുമ്പോൾ പാപം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പോരാ, പാപിയാണെന്ന് പറയണം. പാപിയാണെന്ന് പറയണം. അതാണ് ആത്മീയ ദാരിദ്ര്യം. ഒന്നും കൂടി വ്യക്തമാക്കിയാൽ ശ്രദ്ധിക്കണേ, നമ്മുടെ ഈ കുഞ്ഞുങ്ങളൊക്കെ ചിലപ്പോൾ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോൾ ഒത്തിരി അതിശോക്തി പറയും.
അത് കുഞ്ഞുങ്ങളുടെ ഒരു സ്വഭാവമാണ്, ഒരു സൈക്കോളജിക്കൽ ഒരു നേച്ചർ കുഞ്ഞുങ്ങളുടെ. അയ്യോ പിന്നെ മമ്മി ഒന്നും പറയണ്ട, ഓ അവിടെ ഒരു ഭയങ്കര ആക്സിഡന്റ് ഞാൻ കണ്ടു, അവിടെ മുഴുവൻ ചോരയായിരുന്നു, ഒഴുക തെരയടിക്കായിരുന്നു എന്നൊക്കെ ചിലപ്പോൾ ചോര തെരയടിക്കാൻ. സത്യയോടെ അമ്മ കേട്ട് നോണം എന്നാ കേട്ടോ, സത്യയോടെ അവൻ പറഞ്ഞ് തീരുന്നവരെ കേൾക്കണം. കേട്ട് കഴിഞ്ഞേച്ച് എടാ മോനെ, ഒരു മനുഷ്യൻ ശരീരത്തെ തെരയടിക്കാൻ മാത്രം ചോരയുണ്ടോ, പതുക്കെ 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 അവന് പറഞ്ഞു കൊടുക്കണം. പറഞ്ഞു കൊടുക്കുമ്പോൾ അതൊരിച്ചിരി കള്ളായിരുന്നു, അതൊരിച്ചിരി കള്ളമായിരുന്നു പറയും. കേട്ടേ, അത് കള്ളം പറഞ്ഞെന്ന് പറഞ്ഞാൽ അവർക്ക് സഹിക്കും. എന്നാൽ തുടങ്ങുമ്പോഴേ അവർ എടാ കള്ള എന്ന് വിളിച്ചാൽ അവൻ സഹിക്കില്ല. കള്ളം പറഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മൾ സഹിക്കും. കള്ളം വിളിച്ചാലോ ആ പറഞ്ഞ മണ്ടത്തരമല്ലേ പറഞ്ഞാൽ ഒടുക്കം പറഞ്ഞ് സംഭവിക്കും. മണ്ടത്തരം പറഞ്ഞെന്ന് പറഞ്ഞാൽ നമുക്ക് കുഴപ്പമില്ല. മരമണ്ടാന്ന് വിളിച്ചാലോ സഹിക്കത്തില്ല. ഇതുപോലെ പാപം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ആരാണ് ചെയ്ത വലിയ മായ, എല്ലാവരും പാപം ഞാൻ ചെയ്തു, അതിന് തന്നെ അതിൽ നിന്ന് എന്ത് വളരെ ഗൗരവമുള്ളതെന്നറിയാമോ? അയ്യോ ഞാൻ പാപിയാണേ. അതാണ് ആത്മീയ ദാരിദ്ര്യത്തെക്കുറിച്ചുള്ള തിരിച്ചറിവ്. ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, നിങ്ങൾ വളരെ അടുത്ത് വന്ന് ചോദിച്ചോട്ടെ, അങ്ങനെ വളരെ നമ്മൾ അംഗീകരിച്ചിട്ടുണ്ടോ? Have you humbly acknowledged this truth before the all-knowing God? സത്യം. ഈ കുറ്റബോധം പിശാച് കൊണ്ടുവരും. പിശാച് കൊണ്ടുവരുന്ന കുറ്റബോധം ഒത്തിരി നിങ്ങൾ താലോലിച്ചാൽ അത് ആത്മഹത്യയിൽ ചെന്ന് അവസാനിക്കും. ഒരു നല്ല ഉദാഹരണമാണ് ബൈബിളിൽ എടുക്കാവുന്നതാണ് പത്രോസും യൂദായും. പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞു. നമ്മൾ വായിക്കണം, പ്രാകുവാനും ആണയിടാൻ തുടങ്ങിയത്. ഇവിടെ ഗലീലക്കടലിലെ മുക്കുവനായിരുന്നു ഒരുത്തൻ പ്രാകാൻ തുടങ്ങിയ ഒരു നിപ്പ് തന്നെ ഉണ്ടാവും. ശരിക്കും പറയാം, യൂദ അങ്ങനെ പ്രാകാനൊന്നും പോയില്ല. അവൻ്റെ പെരുമാറ്റം റീസെൻ്റ് ആണെന്ന് ഇല്ലേ, റബി വന്നതെന്നൊക്കെ പറഞ്ഞാൽ വന്നെ. രണ്ടുപേരും ചെയ്തു തെറ്റാണ്. എന്നാൽ യേശു പത്രോസിനെ നോക്കിയപ്പോൾ പുറത്തുപോയി അതിദുഃഖത്തോടെ കരഞ്ഞു. അവന്റെ അവസ്ഥയെക്കുറിച്ച് അവന് തിരിച്ചറിവുണ്ടായി. പക്ഷെ യൂദായിക്കോ അവനെ കുറ്റം വിധിച്ചു എന്ന് പറഞ്ഞപ്പോൾ തിരിച്ചറിഞ്ഞു. ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ ഒറ്റുകൊടുത്തു. അവന് കുറ്റബോധമുണ്ടായി. അത് ചെയ്യണ്ടായിരുന്നു, അയ്യോ ചെയ്തു പോയല്ലോ, ചെയ്യണ്ടായിരുന്നു, ചെയ്തു പോയല്ലോ. അവന് കുറ്റബോധമുണ്ടായി. അവന്റെ വിചാരം എന്താണെന്നറിയാമോ? ഈ കാശ് മേടിച്ച കൊണ്ടാൻ കൊടുത്തേക്ക് ആ കാര്യം കഴിയും. ഓടി മഹാദേവൻ, അയ്യോ ഞാൻ കുറ്റമില്ലാതെ ഒറ്റുകൊടുത്തതിനാൽ ഞാൻ പാപം ചെയ്തു, കാശൊക്കെ പിടിച്ചു. അവർ ഞങ്ങളെന്താ പറഞ്ഞു, നീ വെക്കണം. ഒടുവിൽ മനസമാധാനമില്ലാതെ കുറ്റബോധത്തിന് ആദ്യ നിമിത്തം കാശ് വലിച്ച ഭൂമിമണ്ഡലത്തിട്ട് വലിച്ചെറിഞ്ഞേച്ചു. പോയി കെട്ടിയാൽ തീർത്തു. അതാണ് കുറ്റബോധം. എന്നാൽ പാപബോധം പരിശുദ്ധാത്മാവിനാലേ ഉണ്ടാകുള്ളൂ. സ്തോത്രം. അപ്പോൾ ശ്രദ്ധിക്കണേ, ആത്മാവിൽ ദരിദ്രരായവർ, ഇതിന് എന്താ പറയുക, ആ മാനസാന്തരത്തിന് അനുഭവങ്ങളുണ്ട്. ആ തിരിച്ചറിവുണ്ടാകുമ്പോൾ ഒരു മാറ്റത്തിന് ആഗ്രഹിക്കും. ആ തിരിച്ചറിവുണ്ടാകുമ്പോൾ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ എപ്പോഴും ഇത് ഓർത്തോണം. ഞാൻ പാപിയാണ്, എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ തകരാറുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രായോഗിക ജീവിതത്തിൽ ആ തകരാർ സ്വാധീനം ചെലുത്തുവാൻ ഇടയാക്കരുത്. ഞാൻ ജാഗ്രതയും വായിച്ചോണം. നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടോ? എൻ്റെ കൂടെ ഉണ്ടല്ലോ. ചിലപ്പോൾ ഈ
ഞാൻ ഓർക്കുന്നത് ഒരിക്കൽ ഞാൻ സൈക്കിളിൽ പോയപ്പോൾ സൈക്കിൾ ഒന്ന് മറിഞ്ഞു. സൈക്കിൾ മറിഞ്ഞപ്പോഴത്തേക്ക് നാണക്കേട് തോന്നി. അതിൻ്റെ കാണുന്നുണ്ടെന്ന് വേഗം നോക്കിയേച്ച് വേഗം പൊക്കിയെടുത്തു. വേഗം പൊക്കിയിട്ട് വേഗം കയറി ചവിട്ടിയായിരുന്നു. ചവിട്ടി അങ്ങോട്ട് പോയിക്കൊണ്ട് ഇത് എന്നാട്ടോട്ട് പോകുന്നു. കുറച്ച് കഴിഞ്ഞാൽ നിർത്തിയിട്ട് നോക്കുമ്പോൾ അതിൻ്റെ ഹാൻഡിൽ ഇങ്ങനെ തിരിഞ്ഞിരിക്കുക. ഹാൻഡിൽ തിരിഞ്ഞിരിക്കുക. ആ വീഴ്ചയോ തിരിഞ്ഞു പോയി. ഞാൻ നോക്കിയിട്ടൊന്നും ശരിയാവുന്നില്ല. അപ്പോൾ അടുത്ത വർക്ക്ഷോപ്പ് വരെ ഞാനത് കൊണ്ടുപോയി വളരെ സൂക്ഷിച്ചു. ഇതിനൊരു തകരാറുണ്ട്. ഇത് തകരാറുള്ളത് കൊണ്ട് ഞാൻ എക്സ്ട്രാ കെയർഫുള്ളായിരിക്കും. ഇതുപോലെ എനിക്കൊരു അകത്തൊരു തകരാറുണ്ട്. പാപപ്രകൃതമകത്തുണ്ട്. അവൻ്റെ പ്രാക്ടിക്കൽ ലൈഫിൽ ഞാൻ എക്സ്ട്രാ കെയർഫുൾ ആയിരിക്കണം. എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടോ? അതാണ് ആത്മാവിൽ ദരിദ്രനായവർ അതിനടുത്ത പടിയാണ് ദുഃഖിക്കുന്നത്. സോ സോറി എന്ന് എത്തിയില്ല, കുഴപ്പമില്ല, നാളെ മാറ്റി പറയാം. ദുഃഖിക്കുന്നവർ, അടുത്ത സൗമ്യതയുള്ളവർ. ഈ തിരിച്ചറിവുണ്ടാവുമ്പോൾ ദുഃഖിക്കും. ദൈവത്തിന്റെ പ്രകാരമുള്ള ദുഃഖം, അതിന് പരമായ ഒരു സൗമ്യത ഉണ്ടാവും, ഒരു താഴ്മ ഉണ്ടാവും. അങ്ങനെ ആ പുതിയ ജീവിതത്തിന് ഒരുങ്ങുന്നവരാണ് ഭൂമിയുടെ ഉപ്പും ലോകത്തിന്റെ വെളിച്ചമാകുന്നത്. അതറിച്ചാൽ സ്തോത്രം, നമ്മളതിനെക്കുറിച്ച് പ്രാക്ടിക്കൽ ആയിട്ട് എങ്ങനെയാകാൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ച് ന്യായമായി എന്തെങ്കിലും വിശദീകരണം ഇത് സംബന്ധമായ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് എന്നോട് ചോദിക്കണം. കാര്യം മുഴുവൻ കവർ ചെയ്യാനുള്ള സമയം നമുക്കില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ ഞാൻ പറയുന്നതിനോട് വിയോജിപ്പുണ്ടെങ്കിലും പറയണം. വിഷയമൊന്നുമില്ല, ശ്രദ്ധിക്കണേ സഹോദരങ്ങളെ. അതുകൊണ്ട് നിത്യതയാണ് പ്രധാനം. ഇവിടെ ഉയരുക എന്നുള്ള ചിന്ത ഒന്ന് മാറ്റി ഈ ബൈബിൾ ക്ലാസ് വരുമ്പോൾ എൻ്റെ പൊന്നു സഹോദരങ്ങൾ, എനിക്ക് വല്ല വിജയനെയും എൻ്റെ കർത്താവിനെ പ്രസാദിപ്പിച്ച നിത്യജീവിതത്തിൽ പോകണം. ആ ദിവ്യ സ്വഭാവത്തോട് ഞാൻ ഏകീഭവിക്കണം. ക്രിസ്ത്യൻസിൽ കൂട്ടവകാശിയാകണമെങ്കിൽ അവൻ്റെ ദിവ്യ സ്വഭാവത്തോട് ഞാൻ കൂട്ടാളിയാകണം. അതിന് വചനം എന്ത് ഇൻസ്ട്രക്ഷൻസ് നമുക്ക് തരുന്നു എന്ന ഒരു അന്വേഷണ ബുദ്ധിയോടെ പ്രാർത്ഥനയോടെ നിങ്ങൾ വരിക. സ്തോത്രം. കർത്താവിന് മടങ്ങി വരവ് വൈകിയാൽ നമുക്ക് പിന്നെയും ദൈവത്തെ വളരെ ചിന്തിക്കാം. അല്ല, ഇന്ന് രാത്രിയോ നാളെ വൈകിട്ട് യോഗം തുടങ്ങുന്നതിന് മുമ്പോ കാഹളം ധരിച്ചാൽ സാധ്യതയുണ്ട് കേട്ടോ. നഷ്ടപ്പെട്ടു പോകരുത്. ഏതെങ്കിലും ഒരു കാര്യത്തിൽ സ്തോത്രം സൗമ്യതപ്പെടാൻ, സ്തോത്രം ക്രമീകരണം വരുത്തുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ ബുദ്ധി ഉപദേശിക്കുന്നെങ്കിൽ നിങ്ങൾ സ്വമനസാ അതിനുവേണ്ടി ഒരുങ്ങണം. പൂർണ്ണ സമർപ്പണത്തോടെ അതിനെ നിങ്ങളെ സമർപ്പിക്കുവാൻ സ്നേഹത്തോടെ ബുദ്ധി ഉപദേശിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ വിവരിക്കുന്നു. സർവ്വപ്രധാന വേദിയെ സഹായിക്കട്ടെ.